വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी प्रिय लोगों को प्रेम का वंदना। കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി നൽകി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ. प्रभु ने हमको और एक दिन दिया अनंतता के लिए तैयार होने के लिए। ഇന്നലത്തെ ക്ലാസ് വളരെ സ്പീഡായി പോയെന്ന് പലരും എനിക്ക് വിളിച്ചറിയിച്ചു. कल का क्लास थोड़ा स्पीड में गया करके बहुत लोगों ने कॉल करके बताया। ചില ഭാഗങ്ങൾ ചിലർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, ശരിയായ ശബ്ദം വന്നില്ല എന്നും പറയുന്നുണ്ട്. और कुछ भागों में कुछ समयों के बीच में आवाज थोड़ा कम होने की वजह से क्लियरिटी हुआ नहीं करके भी कंप्लेंट आया। ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. आज ऐसा कुछ ना हो इसके लिए प्रार्थना पूर्वक हम रहेंगे। ഞാൻ വളരെ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ വിഷയത്തെ ശരിക്കും മനസ്സിലാക്കി നിങ്ങൾ ജയാളികളായി തീരണം. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇന്ന് ഞാൻ വളരെ സ്ലോയിൽ തന്നെ പോകാൻ ഇന്ന് മുതൽ വളരെ സ്ലോയിൽ തന്നെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. मैं चाहता हूँ कि संदेश के द्वारा लोग सुने और वचन का गहराई की बातें समझे और विजयशाली हो जाए। इसके लिए मैं आज से कोशिश करूंगा कि आज का सारा संदेश अभी से जितना स्लो हो सके उतना मैं लेकर जाऊँ। क्योंकि അതുകൊണ്ടാൽ പ്രാണന്റെ രക്ഷ എന്നുള്ള ഈ യാഥാർത്ഥ്യം മനസ്സിലാകാത്ത ഒരു വ്യക്തിക്ക് ജയാളിയായി തീരാൻ കഴിയില്ല. क्योंकि जब तक प्राण का उद्धार का विषय का गंभीरता जब तक कोई समझेगा नहीं तब तक वो विजय नहीं बन सकता। आत्मा में उद्धार पाने के बाद प्राण का उद्धार का बारे में आज बहुत लोग ना जानने के कारण वे लोग विजयी लोगों में नहीं आएगा. ആത്മാവിന്റെ രക്ഷാകാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടും ദേഹിയുടെ രക്ഷയുടെ വിഷയത്തിൽ അവർ അറിയാത്തതുകൊണ്ട് അവരെ വിജയ അല്ലെങ്കിൽ ജയാളി ആകാൻ അവർക്ക് പറ്റത്തില്ല. ഞാൻ അറിയാതെ ഹിന്ദിയിലേക്ക് പോയി പോവുകയാണ്. ഓക്കെ, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ നിങ്ങൾ ഈ വിഷയം കേൾക്കണം. इसलिए मैं एकदम आपसे विनती करता हूँ कि प्रार्थना पूर्वक आप ये विषय को सुने. കാരണം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരാതെ ദൈവത്തിന്റെ കൃപ നമുക്കില്ലാതെ നമുക്കിത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. क्योंकि जब तक प्रभु का आत्मा हमें प्रकट नहीं करेगा और जब तक प्रभु का अनुग्रह हमारे ऊपर नहीं आएगा प्रभु की बातों को हम कभी नहीं समझ पाएंगे. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിലും വളരുമാറാക്കുന്നത് ദൈവമാണെന്നാണ് 1 കൊരിന്ത്യർ 3:6 വായിക്കുന്നത്. क्योंकि पहला कोरिन्थियर 3:6 में अगर हम पढ़ेंगे तो भी हमें प्रभु का इस मसीह जीवन में बढ़ने के लिए जो अनुग्रह से जो बढ़ाता है वो भी प्रभु ही है करके हम पढ़ते हैं. അപ്പോൾ നമ്മളിനി എത്രയെല്ലാം പരിശ്രമിച്ചാലും നിങ്ങൾ വളരണമെങ്കിൽ നിങ്ങളും ദൈവവുമായിട്ടൊരു ശരിയായ ബന്ധം ഉണ്ടായിരിക്കണം. इसके लिए अगर हम लोग कितना भी कोशिश करें या प्रयत्न करें लेकिन मसीह में अगर आत्मिक रीति में बढ़ोतरी पाना है तो प्रभु के साथ एक अच्छा रिश्ता जुड़ना जरूरी है. ദൈവദാസന്മാർ അവർക്കാവോളം അവർ കർത്താവിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു തരും. എന്നാൽ ആ കേൾക്കുന്ന വചനങ്ങൾ അതിൽ നിങ്ങൾക്കുള്ള ആത്മാർത്ഥതയും നിങ്ങളുടെ അതിനുള്ള ഉത്സാഹവും സ്വർഗം നോക്കും. അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സഹായവും ലഭിക്കുന്നത്. तो प्रभु का दास लोग वो लोग पूरा कोशिश करते हैं आत्मा से वचन प्राप्त करके आप लोगों को वो बांटे, लेकिन वो आप लोग हैं जो किस रीति से सुनते हैं, कितना हृदय प्रभु के साथ एक है, ये बात स्वर्ग को देखकर स्वर्ग उसके हिसाब से आपको स्वर्ग से मदद भेजकर आपको उन्नति के लिए मदद करता है. ഞാനിനി ഇന്നലത്തെ കാര്യങ്ങളിലേക്ക് തിരിച്ച് ഇറങ്ങി പോകുന്നില്ല. मैं कल का विषय को दोबारा मैं लेना नहीं चाहता. ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾ വളരെ വ്യക്തതയുള്ളവരായി നിങ്ങൾ അതിൽ ദേഹീയ രക്ഷ എന്നുള്ള വിഷയത്തിൽ ജയാളികളായി നിത്യതയിൽ കർത്താവിനോടുകൂടെ വാഴുന്നവരായി തീരണം എന്നാണ് കൃപയിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. लेकिन मेरा एक ही आग्रह है, वो ये है कि हम सब लोग ये वचन के आधार पर इसमें बड़े प्राण का उद्धार के विषय में हम सब लोग सही रीति से जाने बिना कोई शंका के, ताकि हमारा आत्मिक उन्नति हो और हम लोग विजय बने और परमेश्वर का राज्य में हम सब लोग साथ में प्रभु के साथ राज्य करें. അപ്പോൾ ഇന്നും നാം ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ദേഹി രക്ഷിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ദേഹി രക്ഷിക്കപ്പെടുന്നത്. तो आज भी हमारा विषय यही है कि किस रीति से या किस तरह प्राण का उद्धार होता है. നമുക്ക് അതിന് ആധാരമായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. ഈ വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും തുടർമാനമായിട്ട് വായിക്കും. അത് വളരെ നല്ലതാണ്. നിങ്ങൾ അത് വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. യാക്കോബ് 1:21. हम लोग इसलिए आधार के लिए हम लोग ये वाक्य पढ़ेंगे. हम लोग कुछ वाक्य रहेंगे जो प्राण के उद्धार के विषय में बार बार हम पढ़ेंगे, लेकिन वो हमारे फायदे के लिए होगा. याकूब का पुस्तक 1:21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ദേഹിയെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനടത്തുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ഇവിടെ ആത്മാക്കളെ എന്ന് എഴുതിയിരിക്കുന്ന ഞാൻ ദേഹി എന്ന് എഴുതി വായിച്ചതേ ഉള്ളൂ. അതാണ് അതിന്റെ സത്യം. पढ़ेंगे. इसलिए सारी मलिनता और बैर भाव की बढ़ती को दूर करके उस वचन को नम्रता से ग्रहण कर लो जो हृदय में बोया गया और जो तुम्हारे प्राणों का उद्धार कर सकता है. അപ്പോൾ ഇവിടുത്തെ വിഷയം
ദേഹീരക്ഷ അല്ലെങ്കിൽ പ്രാണനെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. तो इधर का विषय क्या है? प्राणों को जो बचा सकता है वो बीज बोया हुआ वचन. ഞാൻ ഇന്നലെ നിങ്ങൾ ഓർപ്പിച്ചല്ലോ, എവിടെയെല്ലാം നമ്മൾ ആത്മാവെന്ന് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ടോ അത് അവിടെ എല്ലാം വരേണ്ടത് എല്ലായിടത്തും അല്ല, ഈ ചില ഭാഗങ്ങളിൽ മാത്രം അവിടെ വരേണ്ടത് ദേഹി എന്നാണ്, അല്ലെങ്കിൽ പ്രാണന്റെ രക്ഷ, അല്ലെങ്കിൽ ജീവന്റെ രക്ഷ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവിടെ നമ്മുടെ ദേഹിയുടെ രക്ഷയ്ക്കായി, അല്ലെങ്കിൽ ജീവന്റെ രക്ഷയ്ക്കായി, അല്ലെങ്കിൽ പ്രാണന്റെ രക്ഷയ്ക്കായി നാം ശക്തിയുള്ളതും ഉൾനടക്കുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. मैंने कल भी ये विषय आप लोगों को याद दिलाया कि मलयालम बाइबल के परिभाषा में हम देखते हैं कि थोड़ा कुछ जगहों पर आत्मा करके लिखा है जहाँ पर प्राण आना चाहिए, और कल ये भी याद दिलाया था कि प्राण और जो जीवन है और जो देही है, ये तीनों बातें एक ही अर्थ को, प्राण को दिखाता है. वो प्राण के उद्धार के विषय में है. तो इधर हम जब वाक्य पढ़ते समय प्राणों को बचाने वाला वो वचन जो हमारे अंदर बोया गया है उसको सामर्थ्य से ग्रहण करें. ഓരോ കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ അത് വളരെ അബദ്ധ प्रस्तावनाएं थी. तो अगर वचनों को अगर सही रीति से या सही अर्थ से अगर हम समझ में नहीं आएंगे तो बहुत तरह का गलत घोषणा हो सकता है और गलत उपदेश उत्पन्न हो सकता है. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ നമ്മുടേതായ ഭാഷകളെ മാത്രം അറിയുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മളിൽ ഉളവാകും. बहुत बार हम वचन को एक ही भाषा में पढ़ने की वजह से या हमारे भाषा में हम समझ के रखने की वजह से बहुत सारा गलत फहमियां और गलत बातें उत्पन्न होता है. ഉദാഹരണത്തിന് മലയാളികളെ സംബന്ധിച്ചുള്ളൂ, യോഹന്നാൻ സ്നാപകന്റെ ആഹാരം വെട്ടുക്കിളിയും കാട്ടുതനും. വെട്ടുക്കിളി എന്ന് പറഞ്ഞൊരു കിളിയുണ്ട് നമ്മുടെ നാട്ടിൽ, ചെറിയൊരു വെട്ടുക്കിളി. അപ്പം അതിനെ ആൾക്കാർ പറയുന്നത് എന്താ, അയ്യോ യോഹന്നാൻ ഇങ്ങനെ ഓടി കിടന്ന് എങ്ങനെ വെട്ടുക്കിളിയെ പിടിച്ച് തിന്നു. വെട്ടുക്കിളി എന്നുള്ളൊരു കാട്ട് കിഴങ്ങ. तो खास रूप में मलयालियों के बीच में हम लोग जब यूहन्ना बपतिस्मा देने वाले के विषय में जब पढ़ते समय में हम देखते हैं कि वो मरुभूमि में वो क्या खाया था, वो शहद खाया था और वो टीटी करके जो है जो वो खाया करके हम वचन में पढ़ते हैं. लेकिन लोग सोचने लगते हैं अरे ये यूहन्ना बपतिस्मा देने वाले कैसा ये सब उठा के खाया रहेगा, कैसा ये किया. लेकिन तो एक छोटा सा टीटी है जो हम देख सकते हैं. लेकिन वेटिकली അത് പക്ഷിയല്ല, കിഴങ്ങ. यस, तो वो ये जो टीटिया जो है, जो मलयाली लोग को क्या लगता है ये एक पक्षी है करके उसको उस अर्थ में वो लोग परिभाषा करते हैं. लेकिन वो पक्षी नहीं है, एक छोटा सा इंसेक्ट उसको बोलता है. छोटा അല്ല, ഒരു കിഴങ്ങ. മണ്ണിലുള്ള ഒരു കിഴങ്ങ, നമ്മൾ കപ്പ തിന്നുന്ന പോലെയുള്ള ഒരു കിഴങ്ങാണ്. अच्छा वो सॉरी वो ये जो बाइबल में उसका अर्थ में जमीन के अंदर से हम लोग जैसा आलू हम लोग उगा के खाते हैं वैसा एक आलू है वो बाइबल के जो भूमि के अंदर से मिलता है. അപ്പോൾ അതിനെ ആ ഭാഷ മാത്രം അറിയാവുന്നവൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ അതിനെ കിളി നിന്നുകൊണ്ടിരുന്നു എന്ന് വ്യാഖ്യാനിച്ചാൽ അത് എന്തുമാത്രം തെറ്റായി പോയി. लेकिन एक ही भाषा अगर हम पढ़ेंगे तो लोगों को लगेगा इसे पक्षी खा लिया करके बोलकर एक गलत परिभाषा की वजह से लोगों के गलत अर्थ मन में आ जाता है. മാത്രമല്ല യോഹന്നാൻ എന്നും വെട്ടുക്കിളിയെ ഇങ്ങനെ ഈ പറന്നു നടക്കുന്ന വെട്ടുക്കിളിയെ ആർക്കെങ്കിലും പിടിച്ച് തിന്നാൻ പറ്റുമോ? അത് തിന്നാനേ പറ്റത്തില്ല, അല്ലെങ്കിൽ കിട്ടിയല്ലോ. लेकिन यूहन्ना क्या रोज ऐसा टीटियों को उधर उधर उड़ते हुए पकड़ने के लिए रोज ऐसा होएगा क्या? ऐसा तो मुमकिन नहीं है ना. ഞാൻ പറഞ്ഞൊരു സാരെന്ന് പറഞ്ഞാല് നമ്മൾ പലപ്പോഴും നമുക്കറിയാവുന്ന ഒരു ഭാഷ മാത്രമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിന് ശരിയായ അർത്ഥം നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഇവിടെ വെട്ടുക്കിളി ഏതൊരു കിളിയാണോ? അപ്പൊ ഞാൻ അങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള കിളിയല്ല അതൊരു കിഴങ്ങാണ്. അപ്പോൾ ആ കിഴങ്ങാണ് ഭക്ഷിച്ചത്, അതും കാട്ടുന്നതിനും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളതിനെ ശരിയായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അവർക്ക് അതിന് ഉന്നതി ഉണ്ടാകുള്ളൂ. तो ये इसके लिए मैंने बहुत सारे प्रचारक लोग को बोलते हैं कि वो टिड्डिया खाया, वो एक तरह की चिड़िया है बोलकर रोज उसको मिलता था बोलकर, तो वो एक गलत रीति से समाचार देने की वजह से जानकारी वो गलत हो जाता है. लेकिन वो वास्तव में वो उस तरह का टिड्डी पक्षी नहीं था, बल्कि जमीन में उगने वाला एक आलू के समान एक सब्जी था. അപ്പോൾ ഇവിടെ നമ്മുടെ ദേഹി രക്ഷ എന്നുള്ള ഈ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന് ഉപയോഗമുള്ള ഒരു പാത്രമായി തീരുവാൻ നമുക്ക് കഴിയുള്ളൂ. तो इसके लिए हमारे जीवन में हमारा प्राण का उद्धार के विषय में हमको सही रीति से हमें समझ में आएगा तो ही परमेश्वर के लिए हमारा फायदा होगा. അപ്പോൾ നമ്മുടെ പഴയ പ്രകൃതിയുടെ ഇരിപ്പിടമാണ് ദേഹി. तो हमारा पुराना मनुष्य का जो स्वभाव है उसको हम देखते हैं, वो स्वभाव को व्यक्ति को अब वो है पुराना मनुष्य, वो है प्राण. നിങ്ങൾ വളരെ ഗഹനമായിട്ട് മനസ്സിലാക്കണം, നമ്മുടെ പഴയ മനുഷ്യരിലുണ്ടായിരുന്ന സകല സ്വഭാവങ്ങളുടെയും ഇരിപ്പിടം, അതിന്റെ വാസസ്ഥലമാണ് ദേഹി. तो प्राण मतलब क्या है? पुराना मनुष्य का जो भी स्वभाव है, जो भी आदतें हैं, जो भी विचार आग्रह है, वो सब बातों का केंद्र है वो हमारा प्राण. അപ്പോൾ
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു നല്ല അറിവ് നമുക്കുണ്ടായിരിക്കണം. तो उस विषय से अगर हमें बचना है, उद्धार पाना है, तो उस विषय में गहरा जानकारी हमें जानना बहुत जरूरी है. നമ്മൾ അതിനുവേണ്ടി ഒരു വാക്യം വായിക്കാം. റോമാലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. उसके विषय में हम एक वाक्य पढ़ेंगे. रोमियो का पुस्तक 12 रोमन्स 12:2. അവിടെ നമ്മൾ വായിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകരുത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ രണ്ട് കാര്യം പ്രത്യേകം ഓർക്കുക. पढ़ेंगे. इस संसार के सदृश न बनो, तो इस संसार के सदृश ना बनो, परंतु तुम्हारे मन के नए हो जाने से, और मन के नए हो जाने से. तो संसार के सदृश ना हो और मन के नया होना या मन को रूपांतर करना, ये दो शब्दों को आप लोग ध्यान में रखना. അപ്പോൾ നമ്മൾ അനുരൂപരാകുക. അപ്പോൾ അനുരൂപരാകരുത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ അനുരൂപരാകണം. എന്തിനോട്, എങ്ങനെ, അത് നമ്മൾ മനസ്സിലാക്കണം. तो अभी प्रवचन जब कहते हैं समय में उसमें अनुरूप ना हो करके, तो उसका मतलब कि तो हमें समझना है कि किस बात से हमें अनुरूप होना है, किस बात से हमें रहना है, नहीं रहना है. ये बात का फर्क हमें समझना चाहिए. അപ്പോൾ നമ്മൾ ലോകത്തോട് അനുരൂപരാകാൻ പാടില്ല. तो संसार के साथ हम मिलजुल नहीं सकते, അപ്പോൾ മറ്റെന്തിനോടോ നമ്മൾ അനുരൂപരാകണം. लेकिन और किसी के साथ हमें अनुरूप होना है. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനോട് അനുരൂപരായി തീരണം എന്നുള്ളത് അറിയണം. നമ്മൾ എന്തിനോട് അനുരൂപരാകാൻ പാടില്ല എന്നുള്ളത് അറിയണം. तो इसके लिए हमारे जीवन में, हमारे विश्वासी जीवन में किस बातों से हमें अनुरूप होना है और किस बातों से अनुरूप नहीं होना है, वो वचन के आधार पर हमें सही रीति से फर्क समझना चाहिए. നമ്മൾ ലോകത്തോട് അനുരൂപരാകരുത്. हमें संसार के साथ हमें कोई भी समझौता या मिलजुल कर उसमें अनुरूप नहीं होना है. പറഞ്ഞതിന് സാരം ഈ ലോകം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പാടില്ല. मतलब क्या है कि ये संसार जो है, ये संसार हमको बहकाना नहीं चाहिए. ഈ ലോകത്തിനെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പാടില്ല. हाँ, ये संसार के आधार पर हमें अपना जीवन के आदतों को और रीतों को नहीं चलाना. ഈ ലോകത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകളയരുത്. ये संसार की इच्छाओं के लिए हम अपना जीवन को नहीं छोड़ना. നിങ്ങൾ ഈ ലോക മഹത്വം അന്വേഷിക്കരുത്. और संसार का महिमा को ना खोजे. നമ്മൾ ഒരിക്കലും ഈ ലോകത്തിലും വിധേയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നാം പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. और अपने आप को संसार के अधीन में ना गिरने के लिए अपने आप को संभाले. നമ്മളൊരു കാര്യം നമ്മൾ എപ്പോഴും നമ്മൾ പാടാറുണ്ട്, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പാടാറുണ്ട്, ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും നിന്നുടെ ഛായയിൽ എന്നെ സൃഷ്ടിച്ചു. हमें मलयालम में एक गीत है, उसका हिंदी में भी हम गीत हम गाते हैं कि शून्य से लेकर तूने अपने ही रूप में तूने रच लिया. അപ്പോൾ നമ്മളെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. तो प्रभु ने हमें उनका रूप और स्वरूप में उन्होंने हमें उनको सृष्टि किया. എന്നാൽ നമുക്കറിയാം എല്ലാത്തിലും വീഴ്ച കൊണ്ടുവന്നത് പാപം. लेकिन हम देखते हैं कि ये सब बातों में गिरावट आया पाप, അത് അനുസരണക്കേടായി. और वो अनाज्ञाकारिता की वजह से है. നാം പലപ്പോഴും പാടാറുണ്ടല്ലോ, लेकिन हम बहुत बार ये गीत गाते हैं. നമ്മൾ പാടുമ്പോൾ പോലും നമ്മുടെ അതിന്റെ ആസ്വാദനം എടുക്കുകയാണോ അതോ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണോ? तो हम लोग गीत गाते समय में हम लोग हमारे भावनाओं में बह करो कितना अच्छा गीत है बोलकर हमारा मनन के लिए गा रहे हैं या परमेश्वर की महिमा के लिए गा रहे हैं. നമ്മുടെ ഈ ദേഹിയുടെ സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടിയാണോ പാടുന്നത്? കാരണം നമ്മൾ പല പാട്ടുകളും പാടുന്നത് ആത്മാവിന്റെ ഉന്നതിക്ക് വേണ്ടിയല്ല, ദേഹിയുടെ സുഖത്തിന് വേണ്ടി. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന അവിടങ്ങളോടെല്ലാം ചേർത്ത് കൊട്ടി മേട്ടി എന്നിട്ട് ഇടന്ന് ഇളകി മറിഞ്ഞ് നമ്മുടെ ദേഹിയെ സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകാറുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ആത്മീയ പാട്ട് പാടുകയാണ്. तो हम लोग गीत गाते समय में बोल तो रहे हैं कि हम आत्मिक गीत गा रहे हैं करके, लेकिन गीत गाते समय में हमारा प्राणों को उकसाने वाला, हमारा प्राणों को आनंद करने वाला, भावनाओं में बहने वाला, उस रीति के अनुसार गाना गाकर अपने आप को एक खुशी और संतुष्टि देने वाला गीत गाकर संसार के सारे बातों को, चीजों को लेकर, वो सब बातों को लेकर, उपकरण को लेकर हम लोग अपना मन को और हम लोग खुश करने देखते, और इस रीति से हम लोग शरीर को हिला जिलाकर हम अपने आप को बहलाकर खुश करने देखते हैं. तो गीत कौन सा है? आत्मिक है. लेकिन खुशी किसको मिल रहा है? हमारा प्राण को खाली उकसा रहा है. നമ്മൾ ഇന്ന് വരെയുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തെ ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇന്ന് വരെ ചെയ്തത് മുഴുവനും ജീറോ ആണല്ലോ, കത്തിപ്പോകുമല്ലോ, അത് വെറും ജഡമായിരുന്നല്ലോ, അത്
ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണല്ലോ, ദൈവം മഹത്വപ്പെട്ടില്ലല്ലോ എന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാവും. तो अगर आप ये आगे बातें अगर ध्यान पूर्वक अगर सुनेंगे और समझेंगे तो आपको समझ में आएगा कि अब तक मैं भी जो भी कर रहा था वो मेरा प्राण को बहकने के लिए, शरीर के उत्साह में वो सब कर रहा था. प्रभु की उपस्थिति में उसका कोई महिमा नहीं. प्रभु जब उसको परखेगा वो सब बातें जल जाएगा, उसका वैल्यू कीमत एकदम शून्य रहेगा. प्रभु के सामने मैंने क्या किस अवस्था में मैं खड़ा रहूंगा, ये सब बातें हमें अपने को परख कर देखना है कि मैं सही रीति से प्रभु के लिए आराधना किया या अपने को खुश करने के लिए गाया. ഞാനൊരു പാട്ടോടെ എനിക്ക് അങ്ങോട്ട് വലിയൊരു ആത്മപ്രേരണ ഉണ്ടായതുകൊണ്ട് ഞാനത് എടുത്തു വെച്ച് നേരത്തെ തന്നെ. എനിക്കങ്ങനെ ഞാനൊരു പാട്ടുകാരനല്ല, അങ്ങനെ പാടാനുള്ള ഒരു കഴിവുമില്ല. എങ്കിലും ഈ ചരണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനൊന്ന് പാടിക്കോട്ടെ. मैं एक गीत मैं गाना चाहता हूँ. मैं संगीतकार नहीं हूँ लेकिन प्रेरणा हुआ इसके लिए मैं गाना चाहता हूँ. ക്രൂശിന്മേൽ കാണുന്നതാരിതാ, ക്രൂശിന്മേൽ കാണുന്നതാരിതാ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക, ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക, ദൈവത്തിൻ പുത്ര നീ ശാപത്തിലായല്ലോ, ദൈവത്തിൻ പുത്ര നീ ശാപത്തിലായല്ലോ. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. प्रिय प्रभु के बच्चों, मैं आपसे पूछना चाहता हूँ, നിങ്ങൾ ഈ പാട്ട് പാടാറുണ്ടല്ലോ? क्या आप लोग भी ये गीत गाते रहेंगे ना? ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കടുതറിഞ്ഞതല്ല, मैं आप लोगों को दिखाने के लिए नहीं ये आंसू बहा रहा हूँ. എൻ്റെ ആത്മാവിന്റെ ആത്മാവിൽ പാടിയത് കൊണ്ട് എൻ്റെ ആത്മാവ് തകർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയായിരുന്നു. बल्कि मेरा आत्मा से मैं भरकर, मेरा हृदय टूटकर वो उस रीति से मैं ये गीत गाया. കാരണം എന്നെ സ്നേഹിച്ച എന്റെ കർത്താവ് ക്രൂശിന്മേൽ കാണുന്നത് ആരിതാ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. क्योंकि उस क्रूस पर कौन है वो जो मेरे लिए मरा, मेरा प्राण का नाथा मेरे लिए वो क्रूस पर मरा. എന്റെ പ്രാണനെ, എന്റെ ജീവനെ രക്ഷിക്കുവാൻ, എന്നെ രക്ഷിപ്പാൻ എനിക്കായി എന്റെ സ്ഥാനത്ത് എന്റെ കർത്താവ് ക്രൂശിൽ മരിച്ചു. मेरा प्राण का नाथा मेरे लिए, मेरा जीवन को बचाने के लिए जिधर मैं मरना चाहिए था मेरे जगह पर प्रभु वो क्रूस पर मरा. എന്നിട്ട് പറയാണ്, ആത്മാവേ പാപത്തിന്റെ കാഴ്ച നീ കാണ്. तो इसलिए हे आत्मा, तू इस पाप का इस नजर को तू देख. ദൈവത്തിൻ പുത്രൻ ശാപത്തിലായി. फिर देखो परमेश्वर का पुत्र वो श्राप में हो गया. എന്നിട്ട് പറയാണ്, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ ഞാൻ തള്ളി. हे इतना बड़ा प्रेम को तूने कितना दिनों से तूने ठुकराया. ഞാൻ തള്ളി, मैंने ठुकराया. ഞാൻ ആ സ്നേഹത്തെ മറന്ന് ജീവിച്ചു. मैंने कितने बार उस प्रेम को मैं भूलकर उसके खिलाफ रहकर मैं जिया. ആ സ്നേഹനിധിയായ കർത്താവിനെ ഞാൻ മറന്ന് ജീവിച്ചു. उस प्रेम को जो प्रभु ने मुझे प्रकट किया उसको मैं छुपाकर मैं उसके विरुद्ध जिया. ആ മഹാപാപത്തെ ദൈവമേ നീ ഓർക്കല്ലേ. इतना बड़ा महापाप प्रभु जो मैंने आपके खिलाफ किया है उसको आप याद मत करना प्रभु. എന്നിട്ട് ആ ഭക്തൻ പറയുകയാണ്, और फिर वो भक्त कहता है, പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുമോ? अभी पाप को प्रेम करने के लिए क्या मैं दोबारा जाऊंगा?
होगा क्या? ഞാനൊരു ദൈവപൈതലായി ജീവിക്കും. बल्कि मैं एक परमेश्वर का बच्चा बनकर मैं जीऊंगा। ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാനുണ്ടെങ്കിലും ഞാൻ അത് പാടിക്കൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ. उसमें बोलने के लिए बहुत से बातें हैं, लेकिन वो सिर्फ गीत गाकर उसमें काफी नहीं है। ആ പാട്ട് അല്ലെങ്കിൽ നമ്മൾ ആ പാട്ട് പാടുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താ പ്രിയപ്പെട്ടവരെ? अब हम गीत गाते समय में हमारा अवस्था क्या होता है? നമ്മളെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനെ വേദനിപ്പിച്ച ദുഃഖിപ്പിച്ച ആ കർത്താവിന് നമ്മൾ കൊടുത്ത ആ ഭയങ്കരമായിരിക്കുന്ന ആ കർത്താവിനെ വേദനിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ? क्या हमें हमारे वजह से या मैंने परमेश्वर के खिलाफ खड़ा रहा, उनके खिलाफ बगावत किया, परमेश्वर को चोट पहुंचाया, परमेश्वर के खिलाफ क्या क्या अनाप शनाप मैंने बोला? क्या ये सब बातें जो वेदना मैंने परमेश्वर को दिया, क्या इस विषय में मैं कभी सोचता हूँ क्या? ഇന്ന് നമ്മൾ കർത്താവിലായിട്ട് നമുക്ക് ആ കർത്താവിനെ യഥാർത്ഥമായിട്ടും സ്നേഹിക്കുവാനും ഒരു ദൈവപൈതലായി ജീവിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? क्या आज भी मैं प्रभु में बने रहकर मसीह में मैं हूँ बोलकर एक सच्चा प्रभु का बेटा हूँ, उस आधार पर मैं प्रभु को प्रेम करने हो पा रहा है क्या? നമ്മൾ ഇന്ന് പലതും കേൾക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് ഒരു മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ പ്രാണന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ കേൾക്കണം. तो हमें सुनने के विषय में जब आते समय में कौन सा बातें चाहिए? हमारा मन को उकसाने वाला या हमारा प्राण को बहाने वाला जो भी बातें रहेगा, वो सब बातें अच्छा रहेगा तो मैं सुनने तैयार हूं। ഞാനൊരു കാര്യം നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൈവത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ആത്മാവിലാണ്. हमें एक बात मैं बताना चाहता हूँ, परमेश्वर का सभी कार्य आत्मा में है। അത് നമ്മൾ വളരെ ഗഹനമായി മനസ്സിലാക്കണം. वो बहुत ही गहराई रीति से आप लोग समझना है। ഒരിക്കല് ഒരു യൗവനക്കാരനായ ഒരു സഹോദരൻ എഴുന്നേറ്റ് വന്നുകൊണ്ട് 23-ാം സങ്കീർത്തനം വളരെ ഹാസ്യ രൂപത്തിൽ വളരെ അലങ്കാരമായി പ്രാസമൊപ്പിച്ചൊക്കെ പ്രസംഗിച്ചു. एक बार एक युवक ने 23 भजन संगीता उठकर वो पढ़कर और एकदम अद्भुत रीति से उसने प्रचार किया അത് കേട്ടവരെല്ലാവരും കൈയടിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി. और वो प्रचार जिस रीति से उसने प्रचार किया, प्रचार करके होने के बाद सुनने वाले लोगों ने सब लोगों ने उसको तारीफ करके ताली मारकर कितना अच्छा संदेश है करके कहा। എന്നിട്ട് അതിനുശേഷം വേറൊരു പ്രായമുള്ള ഒരു ദേവദാസൻ എഴുന്നേറ്റു. उसके बाद वो युवक के बाद एक बहुत ही उम्र वाला एक बुजुर्ग प्रभु का दास उठकर प्रचार किया। ആ ദേവദാസൻ എഴുന്നേറ്റ് അതേ 23-ാം സങ്കീർത്തനം വായിച്ചിട്ട് ആ സങ്കീർത്തനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ പറഞ്ഞു. और वो प्रभु का दास भी वही भजन संगीता 23 पढ़कर उसमें से कुछ भागों को वो दास ने बताया। അത് കേട്ടുകൊണ്ടിരുന്നവരെല്ലാവരും കണ്ണീരോടെ പൊട്ടിക്കരയാൻ തുടങ്ങി. वो दास का प्रचार सुनने के बाद सुनने वाले लोग सब लोग आंसू से बहकर फुट फुट कर रोने लगे। അപ്പോൾ പലരും ഈ യൗവനക്കാരനോട് വന്ന് അതെന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ച് വളരെ സന്തോഷിച്ചു, എന്നാൽ ആ ദേവദാസൻ പറഞ്ഞപ്പോൾ എല്ലാവരും വാവിട്ട് കരയാനിടയായി, എന്താ കാരണമെന്ന് ചോദിച്ചു. तो सब लोग ने आकर युवक को पूछने लगा, ऐसा क्या कारण है कि बेटा आप जब बोलते समय में सब लोग ने वाहवाही किया, तारीफ किया, लेकिन वो दास ने जब बात किया तो सब लोग रोने लगे, क्या फर्क है? അപ്പോൾ ആ യൗവനക്കാരൻ പറഞ്ഞു, എനിക്ക് ആ ഇടയനെ കുറിച്ചറിയാം, എന്നാൽ ആ ദേവദാസന് ഇടയനെ അറിയാം. तो മലച്ചവാകൻ तो मैं तो वो बालक बोलने लगा, मैं तो बस वो चरवाहा का बारे में मैं जानता हूँ, लेकिन वो दास जो है वो चरवाहा कौन है वो व्यक्ति के बारे में वो अच्छी तरह से जानता है, व्यक्ति को जानता है। ഇവിടുത്തെ പ്രയോഗം വളരെ ഞാൻ പറയുന്നത് വളരെ ആഴമായിട്ട് മനസ്സിലാക്കണേ. हाँ, इसका जो ये प्रयोग है ये दोनों का फर्क गहराई से आप समझना। നമ്മള് ഇപ്പം മോദിയെ കുറിച്ച് അറിയുന്നതും മോദിനെ അറിയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. तो हम मोदी के बारे में जानना और मोदी को ही जानना दोनों में फर्क है। മോദിയെ അറിയണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് കൂടെ നമ്മൾ പറയണം. मोदी को जानना है तो हम उनके पास रुकना है, उनके साथ निवास करना है, उनके साथ जीना है, അപ്പോൾ നമുക്ക് മനസ്സിലാവും മോദി എങ്ങനെയുള്ള ആളാണ് എന്താണെന്നൊക്കെ അറിയാം. तब मोदी कौन है हमको मालूम पड़ेगा। എന്നാൽ നമ്മൾ മോദിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, മറ്റു പല മാധ്യമങ്ങളുണ്ട്, അതിലൂടെ അറിയുന്ന ആ അറിവും അതിന്റെ കൂടെ പാർത്തുകൊണ്ടുള്ള അറിവും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. लेकिन मोदी के बारे में जानना वो हम कैसे जान सकते हैं? वो तो इंटरनेट में, पेपर में, उधर इधर मैगजीन में पढ़ेंगे तो मोदी के बारे में हम जान सकते हैं, लेकिन मोदी कौन है जानना है तो उनके साथ रहकर जीने का वो जानकारी और पुस्तकों से बाकी माध्यमों से जानने का जानकारी दोनों में फर्क है। ഇന്ന് അനേകർക്കും ഈ കർത്താവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ കർത്താവിനെ അറിയുന്നില്ല. तो आज बहुत लोगों को प्रभु के बारे में ऐसा बहुत सारा जानकारियां है जो उस जानकारी के आधार पर लोग जानते हैं, लेकिन प्रभु को ही वो लोग नहीं जानते। അപ്പോൾ നമ്മൾ കർത്താവിനെ
അറിയുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ ജീവിക്കുന്നവരായി മാറുകയുള്ളൂ. तो हम लोग प्रभु को ही सही रीति से जानेंगे तो ही हम लोग उनके आधार पर हम अपने आप को समर्पण करके जी सकते हैं. അപ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം വേദപുസ്തകത്തിൽ ഒരു വലിയ നമ്മുടെ രക്ഷയുടെ മാർഗം, ദൈവമാർഗം അത് വളരെ ഗഹനമാണ്. ഞാൻ അത് വളരെ സംക്ഷിപ്തമായി നിങ്ങളത് പറയാം. इसलिए परमेश्वर का ये मार्ग जो है, जो बहुत गहरा है, मैं एकदम स्पष्ट रीति से खुला करके आसान भाषा में मैं कहना चाहता हूँ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. आप लोग प्रार्थना पूर्वक सुनना. അതിന്റെ 6 തത്വങ്ങൾ ഞാൻ ആദ്യം ഇത് പറയാം. उसका 6 तत्वों के बारे में मैं पहला बताना चाहूंगा. ഈ രക്ഷയുടെ ദൈവമാർഗത്തിന്റെ 6 യഥാർത്ഥമായ തത്വങ്ങൾ. ये उद्धार के विषय में जो परमेश्वर की ओर से जो प्रभु ये उद्धार दिया है, उसका 6 तत्वों के बारे में बताना चाहूंगा. ഒന്നാമത്തെ കാര്യം, पहली बात, നമ്മുടെ ക്രിസ്തു സാത്താനെതിരാണ്. हमारा मसीह जो है वो शैतान के खिलाफ है. കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ പിശാചിനെതിരാണ്. मतलब हमारा प्रभु परमेश्वर का पुत्र प्रभु यीशु मसीह वो शैतान के खिलाफ है. ഞാൻ ആദ്യം ആ പോയിന്റുകൾ മാത്രം പറഞ്ഞിട്ട് പിന്നെ വചനം വായിപ്പിക്കാം. मैं पहला वो पॉइंट्स में बताऊंगा, फिर वचन पढ़ूंगा. എന്നിട്ട് പിതാവ് ലോകത്തിന് എതിരാണ്. और पिता जो है वो संसार से विरुद्ध है. എല്ലാം ഇത് എതിര് എന്നുള്ള ഒരു വലിയ കാര്യമാണ് നമ്മുടെ ഈ പ്രാണന്റെ രക്ഷയുടെ ദൈവിക മാർഗം. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. तो ये जो विरोध है, जो विषय है, ये बहुत ही गहरा है. यही हमारा प्राण का उद्धार का विषय में बहुत ही गहरा और मुख्य विषय है. ये हमें समझना चाहिए. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ പിശാചിനെതിരാണ്. परमेश्वर का पुत्र प्रभु यीशु मसीह वो शैतान के खिलाफ है. പിതാവായ ദൈവം ലോകത്തിനെതിരാണ്. पिता परमेश्वर संसार से खिलाफ है. നമ്മുടെ ഈ ജഡം ആത്മാവിനെതിരാണ്. हमारा ये जो पापमय जो शरीर जो है, ये आत्मा के खिलाफ है. അപ്പോൾ ഇവിടുത്തെ ഈ ജഡം എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുന്ന ഒരു വിഷയം നമ്മുടെ അതിൽ പ്രാണനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. हाँ, तो ये पापमय शरीर करके जब मैं शब्द इस्तेमाल करते समय में आप लोग एक बात समझना, इस पापमय शरीर में हमारा प्राण भी मिला हुआ है. അപ്പോൾ പിന്നെ സ്വയം അത് ശരീരത്തിന് അല്ലെങ്കിൽ സഭയ്ക്ക് എതിരാണ്. और जो स्वयं जो है वो कलीसिया जो प्रभु का शरीर है उसके खिलाफ है. അപ്പോൾ പിന്നെ ഇപ്പോൾ 4 കാര്യമായി. तो 4 बातें हुए. അഞ്ചാമത്തെ കാര്യം, വെളിച്ചം ഇരുളിനെതിരാണ്. 5वीं बात हम देखते हैं कि जो ज्योति है वो अंधकार के विरुद्ध है. ആറാമത്തെ കാര്യം, 6वीं बात, ക്രമം കുഴച്ചിലിന് എതിരാണ്. जो മേൽമിലാവ് ഗഡുബിടിക്ക് ഖിലാഫ്. ओके, मेल मिलाप जो है गड़बड़ी के खिलाफ है. ഇത് വളരെ ഗഹനമായി ഇത് മനസ്സിലാക്കണം. എങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭാ ജീവിതത്തിലും നമുക്ക് ജയാളിയായി തീരാൻ കഴിയും. तो ये बातों को अगर सही रीति से हम समझेंगे तो ही हमें समझ में आएगा, नहीं तो कलीसिया में बहुत बड़ा गड़बड़ी का कारण होने का अवस्था हो सकता है. इसलिए अच्छी तरह से समझना. അപ്പോൾ ദേഹിക രക്ഷയുടെ ദൈവിക മാർഗമാണ് നമ്മൾ ഈ പറഞ്ഞ 6 എതിരുകൾ. तो हाँ, तो ये प्राण का उद्धार के विषय के हमने 4 भागों को या 6 क्षेत्रों को, 6 क्षेत्रों को हमने देखा. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഭയങ്കര യുദ്ധമാണ്. तो ये सब क्षेत्रों में हमने क्या देखा, एक बहुत बड़ा युद्ध को हम देखता है. ഇത് ഒന്നൊന്നിന് എതിരാണ്. എതിരെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചേരത്തില്ല, ഒരിക്കലും കൂടി ചേരുന്ന ഒരു മിങ്കിൾ ആകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. तो ये एक हमेशा दूसरे के खिलाफ के बातें ही देखा है. ये लोग कभी मेल मिलाप करेंगे नहीं, समानता में नहीं जाएंगे, शांति में नहीं रहेंगे. ये लोग हमेशा शत्रुत्व में रहेगा, खिलाफ रहेगा. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും നമ്മൾ കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ദേഹിക രക്ഷയുടെ കാര്യത്തിൽ നമ്മൾ വീഴ്ച സംഭവിക്കും, നമ്മൾ ജയാളികളായി തീരുകയില്ല. तो इस विषय में अगर किधर भी हम लोग कोई भी बात पे अगर समझौता करके चलो हम साथ में चलते हैं बोलकर पकड़ा, अगर साथ में चलने लगा तो वहां पर हमारा जयवंत होने के विषय में बहुत तकलीफ और रुकावट आएगा. അപ്പോൾ ഇനി നമുക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ച് ഞാൻ വചനത്തിലൂടെ നമ്മൾ പറഞ്ഞുതരാം. अभी एक एक पॉइंट को मैं वचन के आधार पर लेकर मैं बताना चाहता हूँ. കാരണം ഇതെല്ലാം തിരുവഴുത്തിലെ വളരെ ഗഹനമായ വിഷയങ്ങളാണ്. നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ तो കഴിയും. ये सब हमें प्रभु का वचन को आधार पर रखकर वचन के अवस्था में हमें ये समझना है, तो ये प्रभु हमको समझाएगा. ഓക്കെ, അതിന്റെ ഒന്നാമത്തത് പുത്രൻ അല്ലെങ്കിൽ ക്രിസ്തു സാത്താനെതിരാണ്. तो पहला पॉइंट हम देखते हैं परमेश्वर का पुत्र जो मसीह शैतान के खिलाफ है. നമുക്കറിയാം 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ पहला यूहन्ना 3रा अध्याय वाक्य 8 में जब हम पढ़ते हैं, അത് 2 പ്രാവശ്യം പറഞ്ഞു എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ओ पहला यूहन्ना उसका 3रा अध्याय वाक्य 8. അത് ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ പലരും പറഞ്ഞു 2 പ്രാവശ്യം ഈ റെഫറൻസ് പറയണം. पहला यूहन्ना അത് ഞാൻ ആരംഭത്തിൽ പറയാൻ മറന്നുപോയി. ഓക്കെ, पहला यूहन्ना 3 का 8. അപ്പോൾ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ
പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. पढ़ेंगे। जो कोई पाप करता है वह शैतान की ओर से है, क्योंकि शैतान आरंभ ही से पाप करता आया है। परमेश्वर का पुत्र इसलिए प्रकट हुआ कि शैतान के कामों का नाश करे। देखो, शैतान के कामों को नाश करने के लिए ही परमेश्वर का पुत्र प्रकट हुआ है। അപ്പോൾ പിശാച് എന്ത് ചെയ്യുന്നു? तो शैतान क्या करता है? പിശാച് എങ്ങനെയെങ്കിലും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് എല്ലാവരിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. शैतान हमेशा पाप के द्वारा, पाप के बलबूते से लोगों को प्रभु से दूर लेकर जाने का, परमेश्वर से दूर लेकर जाने का अवस्था मनुष्य के अंदर लाता है। അപ്പോൾ അതിനുവേണ്ടി അവൻ ഏത് നിലയിലും പ്രവർത്തിക്കും. तो वो उस कार्य को पूरा करने के लिए वो कोई भी सीमा पार कर सकता है। നമുക്കറിയാം, അവന്റെ നമ്മള് 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, दूसरा कोरिन्थियर 2 अध्याय उसका 11 वाक्य में 2 कोरिन्थियंस 2:11 दूसरा, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, शैतान हमको ना हराए। അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. पढ़ेंगे। शैतान का हम पर दाव न चले, क्योंकि हम उसकी युक्तियों से अनजान नहीं। അപ്പോൾ ഈ പിശാചിന്റെ തന്ത്രങ്ങൾ, അവൻ തന്ത്രത്തിലൂടെയാണ് മനുഷ്യനെ വഞ്ചിക്കുന്നത്. तो शैतान कितना युक्ति से वो कार्य करता है या कितना तंत्रशाली है, ये बात समझना, क्योंकि तंत्रों से और युक्ति और चतुराई से वो लोगों को गिराने देखता है। അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, പിന്നെ വിശ്വാസത്തിലായ ശേഷം, രക്ഷിക്കപ്പെട്ട ശേഷം നമ്മുടെ തന്ത്രങ്ങളിലൂടെ അവൻ വഞ്ചിക്കും. तो इसके लिए हम लोग विश्वासी हो जाने के बाद शैतान बहुत ही तंत्रशाली है, तंत्र इस्तेमाल करके हमें प्रभु से गिराने की कोशिश करेगा। നമ്മുടെ ജീവിതത്തിൽ ശത്രുവിന് യാതൊരു സ്ഥാനവും കൊടുക്കാൻ പാടില്ല. इसके लिए हम अपने जीवन में शत्रु को कोई भी स्थान देना नहीं चाहिए। നമ്മൾ എഫേസ്യർ 4:27 വായിക്കുന്നത്, एफेसियों 4:27 एफेसियों 4:27 പിശാചിന് ഇടം കൊടുക്കരുത്. शैतान को मौका ना दे। അപ്പോൾ പിശാചിന് ഇടം കൊടുത്താൽ അവൻ നമ്മളെ തകർക്കും. अगर उसको मौका दे दिया तो वो हमें मार देगा, वो हमें नुकसान कराएगा। അപ്പോൾ ഏതൊരു വ്യക്തിയും എവിടെ പോകുമ്പോഴും അവനെ എവിടെയെങ്കിലും പാപത്തിൽ വീഴിക്കുവാനായി ശത്രു എപ്പോഴും കിടഞ്ഞ് പരിശ്രമിക്കും. तो शैतान का काम क्या है? जिधर विश्वास है, जिधर अवस्थे में है, उसी अवस्थे में वो उधर पहुंचकर कैसे भी उसको गिराकर प्रभु से दूर लाने का अवस्था वो लाने का कोशिश करते रहेगा। നമുക്കറിയാം, പിന്നെ ആദാമിന്റെ മക്കളായ കായീൻ, ആബേൽ, അതിൽ കായീൻ തന്റെ സഹോദരനായ ആബേലിനെ പിന്നെ കൊന്നതായിട്ട് നമുക്കറിയാം. हम जानते हैं आबेल और आदम के पुत्र में से हम देखते हैं कैन और आबेल के विषय में, उसमें किस तरह कैन ने आबेल को खून किया करके हम जानते हैं। അപ്പോൾ അതിനു മുൻപ് തന്നെ ദൈവം ഈ കായീന് നല്ലൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. तो इसके पहले ही प्रभु उसको अच्छी तरह से उसको उपदेश देकर समझा रहा है, കാരണം ഇവന്റെ മുഖം വാടിയത് ദൈവം കണ്ടു. क्योंकि प्रभु ने देखा इसका चेहरा मुरझा गया है। അവന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെല്ലാം ദൈവം അറിഞ്ഞു. परमेश्वर जानता है कैन के हृदय के अंदर का आग्रह और इच्छाएं क्या है, वो जान गया। അതുകൊണ്ടാണ് ദൈവം ഉൽപ്പത്തി 4:7 കായീനോട് പറയാണ്, കായീനെ, നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. आमीन। उसके लिए उत्पत्ति का पुस्तक 4:7 उत्पत्ति 4:7 पढ़ेंगे। यदि तू भला करे हाँ। तो क्या तेरी भेंट ग्रहण न की जाएगी? और यदि तू भला न करे तो पाप द्वार पर छिपा रहता है और उसकी लालसा तेरी ओर होगी और तुझे उस पर प्रभुता करनी है। उस पर तुझे प्रभुता करनी है। അപ്പോൾ ദൈവം അവനോട് കൽപ്പിച്ചു എന്നാണ്, കാരണം നീ അതിനെ കീഴടക്കണമെന്ന് ദൈവം അവനോട് കൽപ്പിച്ചു. तो प्रभु यहाँ पर एक आज्ञा दे रहा है कैन को कि तू उस पर प्रभुत्व लाना है അപ്പോൾ നീ നന്മ ചെയ്യണം. और तू भला करना है। നന്മ ചെയ്തിട്ട് നീ തിന്മയെ ജയിക്കണം. तू भलाई करके तू बुराई को हराना है। അത് നമ്മള് റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. वो आप लोग को याद रहेगा, रोमियो 12:21 में हम पढ़ते हैं। അവിടെ വായിക്കുന്നത് 12:21 തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. पढ़ेंगे। बुराई से न हारो परंतु भलाई से बुराई को जीत लो। അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളെ എങ്ങനെയെങ്കിലും പാപത്തിൽ വീഴിക്കുക, നമ്മളെ പാപത്തിന് അടിമയാക്കി മാറ്റുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. तो ये शैतान का यही सबसे बड़ा तंत्र है कि किस तरह हमें पाप में गिराए, हमें दोबारा पाप के दासत्व के आधीन में ले आए, ये है शैतान का कार्य। പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ പല നിലകളിലുള്ള പാപങ്ങളിൽ വീഴുവാനുള്ള സാധ്യതയുണ്ട്. इसलिए हे प्रियो, जब इस दुनिया में जीते समय में अलग अलग तरीकों से बहुत सारे तरीकाएं हैं इस दुनिया में हमें पाप में गिरने के लिए। അപ്പോൾ ഇതിന്മേലൊക്കെ വിജയം വരിക്കണമെങ്കിൽ നമ്മളിൽ
കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം ഉണ്ടായിരിക്കണം. मैं लगन इस पर अगर विजय पाना है तो हमारे अंदर प्रभु यीशु मसीह का प्रभुत्व होना जरूरी है, അതാണ് നമുക്ക് ജയം തരുന്നത്. क्योंकि वही बात है जो हमें विजय देता है. ഇന്നും പലരും കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചെങ്കിലും കർത്തൃത്വം വിട്ടുകൊടുത്തിട്ടില്ല. आज बहुत से लोगों ने यीशु को प्रभु है बोलकर उन लोगों ने स्वीकारा होगा, अंगीकार किया होगा, लेकिन प्रभुत्व अभी तक दिया नहीं. അപ്പോൾ നമുക്ക് നമ്മുടെ ദേഹീയ രക്ഷ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു കർത്തൃത്വം വഹിക്കുന്ന നയിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ മാത്രമേ നമുക്ക് പാപത്തിന്മേൽ ജയം വരിപ്പാൻ കഴിയൂ. इसके लिए अगर आपको एक विजयशाली जीवन जीना है, प्राण के उद्धार के विषय में आगे बढ़ना है, तो प्रभु यीशु मसीह की उपस्थिति में प्रभु को हमें प्रभुत्व देगा तो ही ये बात मुमकिन है. നമ്മൾ 1 പത്രോസ് 3 മലയാളത്തിൽ 14 ഹിന്ദിയിൽ 15 അവിടെ വായിക്കുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവായ ഹൃദയത്തിൽ വിശുദ്ധീകരിപ്പീൻ. पहला पत्रोस 3:15 में, पहला पत्रोस 3:15 में वहां पर हम पढ़ते हैं कि वहां पर तुम अपने प्रभु को अपने हृदय में तुम पवित्र करो. അപ്പം ഈ നമുക്കൊന്ന് വായിക്കുന്നത് ठीक है, पढ़. मसीह को प्रभु जानकर हाँ। अपने अपने मन में पवित्र समझो. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ വീഴും. तो इधर हमें जो बातें हमें करना चाहिए, यदि अगर हम वो नहीं करेंगे तो हम गिर जाएंगे. മലയാളത്തിൽ 3:14 ബി പാട്ടിലാണ്, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. അപ്പോൾ അവിടെ നമ്മൾ കർത്താവായി വിശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ വിശുദ്ധിക്ക് എന്തെങ്കിലും കളങ്കം പറ്റുന്ന അല്ലെങ്കിൽ നിന്ന വരുത്തുന്ന ഒരു കാര്യത്തിലേക്ക് നാം പോകാതെ കർത്താവിന്റെ കർത്തൃത്വത്തിന് കീഴിൽ നാം ആയിരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കർത്തവ്യം. तो अपने हृदय को पवित्र करो करके जब बोलते हैं समय में प्रभु ने जो पवित्रता हमें दिया है, उसका पवित्रता में कोई भी कलंक या कमी ना होने के लिए हमें अपने आप को संभाल कर प्रभु यीशु मसीह को हमारा प्रभुत्व को देकर उनके अधीन जीना है. ഞാൻ ഒരുപാട് ഇനി വേറെ ഭാഗങ്ങളിൽ വിശദീകരിക്കാം. ഇവിടെ ഞാൻ അടുത്ത പോട്ടെ. 2 ലോകം പിതാവിനെതിരാണ്. तो हम इसके विषय में हम और अधिक विषयों में जब आगे आगे जाते रहेंगे मैं वर्णन करते रहूंगा. मैं दूसरा पॉइंट मैं बताना चाहता हूँ कि पिता परमेश्वर का विरोध है संसार. അപ്പോൾ നമുക്കറിയാം 1 യോഹന്നാൻ 2:15 വായിക്കുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. पहला यूहन्ना 2:15 में हम पढ़ते हैं. फर्स्ट जॉन 2:15. तुम न तो संसार से और न संसार में की वस्तुओं से प्रेम रखो. यदि कोई संसार से प्रेम रखता है तो उसमें पिता का प्रेम नहीं है. ഇതും വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പല്ലേ? ये भी एकदम शक्त रीति से एक चेतावनी है ना. അപ്പോൾ ഇവിടെ നമ്മൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. तो यहाँ पर संसार और संसार की बातों से तुम प्रेम ना करो. അങ്ങനെയുള്ള സ്നേഹത്തിൽ വീഴുമ്പോൾ അവരെ യാക്കോബ് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? इस तरह के संसार के प्रेम में गिरने वाले लोगों को याकूब क्या कहता है? നമ്മള് യാക്കോബ് 4:5 വായിക്കുന്നത് അവരെ വിളിക്കുന്നത് വ്യഭിചാരികളായുള്ളവരെ. तो उसका याकूब का पुस्तक 4:4 में याकूब 4:4 हे व्यभिचारो और व्यभिचारिणियों. വളരെ ശ്രദ്ധിക്കണം. യാക്കോബ് 4:4 വായിക്കുന്നത് വ്യഭിചാരിണികളായുള്ളവരെ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? हे व्यभिचारिणियों, हाँ। क्या तुम नहीं जानती कि संसार से मित्रता करनी परमेश्वर से बैर करना है? जो कोई संसार का मित्र होना चाहता है वह अपने आप को परमेश्वर का बैरी बनाता है. അപ്പോൾ ഇവിടെ എത്ര ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ദൈവം തരുന്നത്. तो कितना शक्त रीति से एक चेतावनी प्रभु हमको देता है. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുക. यदि अगर तुम संसार को प्रेम करने के लिए या उनका मित्र बन रहे हो ഇത് പറയുന്ന അർത്ഥം എന്താ? तो उसका कहने का अर्थ क्या है? നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിലായതിനു ശേഷവും ലോകത്തിന്റെ ധനം പ്രാപിക്കണം, ധനം നേടണം, ലോകത്തിൽ ബഹുമാനം നേടണം, ലോക വിനോദങ്ങളിൽ നമ്മൾ ആഘോഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി പൂർണ്ണമായിട്ടും ലോക സ്നേഹത്തിന്റെ ഒരു വലിയ അടയാളമാണ്. तो विश्वासी हो जाने के बाद भी, प्रभु में आ जाने के बाद भी फिर भी संसार की बातों में मन लगाना, संसार में धन दौलत कमाना, संसार में इज्जत कमाना, संसार में नाम कमाना, संसार के त्योहार और रीत रिवाजों में बढ़कर उसी के साथ मग्न होना, उसी को उत्साह में करना, ये सब बातें एक विश्वासी को शोभा नहीं देता. ദൈവമക്കളെ, ഇതിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. हे प्रिय प्रभु के बच्चों, इस बात में हमें अपने आप को संभालना है. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ലോക കാര്യങ്ങളെല്ലാം വിലയില്ലാത്തതായിരുന്നു എന്ന് നമുക്ക് അന്ന് മനസ്സിലാവും. പക്ഷേ ഇന്ന്
ഇന്നത് മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്ക് വലിയ പ്രയോജനം. जब हम प्रभु के न्याय के सामने जब खड़ा रहेंगे, उस समय संसार की बातें एकदम कूड़ा कचरा के समान है, कोई कीमत नहीं है. न्याय के दिन तो हमें पक्का मालूम पड़ेगा, लेकिन उसके पहले आज ही हमें वो बात को समझकर जीना है. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത് എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണിയെന്ന്. इसीलिए तो प्रिय पौलुस क्या कहता है कि मेरे लिए जो भी लाभ की बातें हैं वो सबको मैं कूड़ा कचरा समझता हूँ. ഇവിടെ അത് എപ്പോഴാണെന്നറിയാമോ? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ പ്രാപിക്കുമ്പോൾ. तो वो कब हुआ कि जब हम मसीह के पहचान का श्रेष्ठता को जब हम समझ में आया तब. ആ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിന്റെ ഔട്ട്ലൈൻ മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് തരികയും. वो सब विषयों में हम गहराई में प्रवेश करेंगे. अभी बस मैं बाहर से आउटलाइन बता रहा हूँ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലോകവുമായിട്ടുള്ള ഈ ലോക സ്നേഹത്തെ കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് ആഴമായി പഠിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് അനേകരും വാസ്തവത്തിൽ ലോകവുമായിട്ട് മിങ്കിളായി പോവുകയാണ്. അവർ അറിഞ്ഞോ അറിയാതെയോ ഈ ശത്രുവിന്റെ വഞ്ചനയിൽ കുടുങ്ങി കിടക്കുക. तो संसार का प्रेम का ये विषय ही बहुत बड़ा है. इसके विषय में भी बहुत बड़ा बात बताना चाहिए, क्योंकि आज विश्वासी लोग, बहुत सारे लोग संसार के पीछे भागकर संसार को जाने अनजाने में उसको अपना प्रिय जानकर उसी के पीछे चल रहे हैं. ഞാൻ അടുത്ത ആ പോയിന്റ് 6 കാര്യങ്ങളും കൂടെ എങ്കിലും ഇവിടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് മൂന്നാമത്തെ ആ പോയിന്റിലേക്ക് വരികയാണ്. अगला पॉइंट, ജഡം ആത്മാവിനെതിരാണ്. पापमय शरीर जो है वो आत्मा के खिलाफ है. ഇതും വളരെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെയല്ലേ? ये भी हमारे जीवन में ध्यान पूर्वक समझने वाला एक भाग है ना. ये നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. गलतियों का पुस्तक 5:17. गलतियों गलेशियंस 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. शरीर आत्मा के विरोध में और आत्मा शरीर के विरोध में लालसा करता है, और ये एक दूसरे के विरोधी है, इसलिए कि जो तुम करना चाहते हो वह न करने पाओ. ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. ഞാൻ അതിനോട് ചേർന്ന് ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു വാക്കോടെ വായിപ്പിക്കാം. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 18. इसी के साथ एक और वाक्य मैं पढ़ाना चाहता हूँ आपको और अच्छे समझने के लिए. रोमियो का पुस्तक उसका 7वां अध्याय 18 और 19. रोमियो 7वां अध्याय 18 और 19. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാവമത്രേ. क्योंकि मैं जानता हूँ कि मुझ में अर्थात मेरे शरीर में कोई अच्छी वस्तु वास नहीं करती. इच्छा तो मुझ में है, परंतु भले काम मुझसे बन नहीं पड़ते. क्योंकि जिस अच्छे काम की मैं इच्छा करता हूँ वह तो नहीं करता, परंतु जिस बुराई की इच्छा नहीं करता वही किया करता हूँ. അപ്പോൾ ഇന്നും പലരും ഈ ജഡത്തെ അനുസരിച്ചാണ് വിശ്വാസത്തിൽ വന്ന ശേഷവും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. तो आज भी बहुत से विश्वासियों को ये पापमय शरीर पे आश्रय कर जीने का ही उनका अवस्था होता है. आत्मा का नियंत्रण में या आत्मा का आज्ञा का पालन करने नहीं होता. അനേക കാര്യങ്ങളിലും അവര് ജഡാഭിലാഷം പൂർത്തീകരിച്ചുകൊണ്ട് അതിൽ സന്തോഷിച്ച് ഞാൻ ആത്മീയനാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുക. बहुत से विषयों में वो अपना शारीरिक अभिलाषाओं की में दब कर वो अभिलाषाओं को पूरा कर जीकर अभी भी एक गलत फहमी में है कि मैं एक आत्मिक जीवन जी रहा हूँ. പ്രിയമുള്ളവരെ, ഈ ശരീരം നമ്മൾ ഏത് സമയത്തും വഞ്ചിക്കാം. इसलिए हे प्रियो, ये जो शरीर जो है ये कभी भी हमें धोखा दे सकता है. നമുക്കറിയാം കർത്താവിന്റെ ശ്രേഷ്ഠദാസനായ പൗലോസ്ലീഹ ശുശ്രൂഷകളിൽ മുന്നേറുമ്പോൾ തനിക്കൊരു വലിയ പോരാട്ടമുണ്ടായിരുന്ന ഒരു വിഷയമാണ് ഈ ശരീരം. तो हम जानते हैं कि प्रेरित पौलुस जो प्रभु का खास दास है, वो इस विषय में प्रभु का सेवा में प्रवेश करते समय में बहुत सारा रुकावट और तकलीफ इसको जो आया उसको सामना करना पड़ा इस शरीर के विषय में. കാരണം ഈ ശരീരം ഏത് സമയത്തും ശരീരത്തിലൂടെ നമ്മളിൽ വഞ്ചന കൊണ്ടുവരാനായിട്ട് ശത്രുവിന് വളരെ ലളിതമായി കഴിയും. क्योंकि ये शैतान को ये बहुत आसान है हमारे ये पापमय शरीर से हमें उकसाकर प्रभु से दूर करने के लिए. നമ്മൾ തന്റെ അനുഭവത്തിൽ 1 കൊരിന്ത്യർ 9:27 താൻ പറയുന്നത് ഇങ്ങനെയാണ്. उसका अनुभव में जब पौलुस आते समय में 1 कोरिन्थी 9:27 മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. അതൊരു വലിയ പ്രയോഗം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈ ജഡം എപ്പോഴും പെട്ടെന്ന് നിഗളിച്ച് നമ്മളെ പാപത്തിൽ വീഴിക്കാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. परंतु मैं अपनी देह को मारता कूटता
और वश में लाता हूँ, ऐसा न हो कि औरों को प्रचार करके मैं आप ही किसी रीति से निकम्मा ठहरूं। तो मेरा देह, मेरा ये शरीर को मैं वो खंडन कर कर उसको अभ्यास में वो लाता है, शिक्षण में लाता है, ताकि वो कुछ निकम्मा ना करे, क्योंकि वो अच्छी तरह से जानता है हमारे ये पाप में शरीर हमको धोखा दे सकता है। Praise the Lord. मैं വളരെ സൂക്ഷിക്കുക. इसलिए हमें बहुत संभालना है। ഇനി പിന്നെ നമ്മൾ നാലാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ. चौथा पॉइंट में हम जाएंगे। നമ്മുടെ സ്വയം ശരീരത്തിന് ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കെതിരാണ്. हमारा चौथा पॉइंट जो दिखता है, हमारा स्वयं जो है, जो मसीह का जो शरीर, जो कलीसिया है, उसके खिलाफ है। അപ്പോൾ നമ്മുടെ സ്വയം വളരെ ഗോലിയാത്തിനെ പോലെ വളരെ ശക്തിമാനാണ്. हमारा जो स्वयं जो है गोलियत के समान बहुत ही शक्त है। അതിനെ തകർക്കുക എന്നുള്ളത് അത്ര ലളിതമല്ല. उसको हराना उतना आसान बात नहीं है। പലപ്പോഴും പലരിലുള്ള ഈ സ്വയമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. बहुत बार विश्वासियों में उनका स्वयं का ये स्वभाव है, उनके जीवन में हार लाता है। അപ്പോൾ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പുണ്ടെന്ന് ബാധിച്ചു കഴിഞ്ഞാൽ കൊമ്പില്ലാത്ത മുയലിനെ കൊമ്പുള്ളതിനകത്ത് മാറ്റുക നമ്മൾ. तो मैंने जो हिरण को पकड़ा उसको 4 सींग है बोलकर मैं एकदम घमंड करके बोलता हूँ, क्योंकि खरगोश सॉरी, जो खरगोश जो है उसको मैंने जो खरगोश को पकड़ा उसको 4 सींग है बोलकर अगर मैं उसमें मैंने पकड़ा है बोलकर उसमें कितना भी बोलूं तो क्या फायदा, खरगोश को तो सिंह नहीं है। എന്നാൽ അതിനകത്ത് അങ്ങനെ വാശി പിടിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ആ ശാഠ്യത്തിൽ തന്നെ നിൽക്കുക, അതാണ് സ്വയം. तो ये जो जिद पकड़ना और उसी जिद में पकड़कर बना रहना एक वो स्वयं कहता है। ഇന്ന് അനേക കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം അവരുടെ സ്വയം. आज बहुत से कुटुंबों को भी टूट जाना, अलग होने का कारण है ये स्वयं। അനേകരുടെ ജീവിതത്തില് സഭാബന്ധം അല്ലെങ്കിൽ കൂട്ടായ്മ ജീവിതം തകരുവാൻ കാരണം അവരുടെ സ്വയം തകർക്കപ്പെടാത്തത്. बहुत से जीवन विश्वासियों के जीवन में कलीसिया जीवन का बढ़ोतरी भी नहीं हो पा रहा, क्योंकि अभी तक उनका स्वयं टूटा नहीं। ഞാനൊരിക്കല് 4 മാസമായിട്ട് കൂട്ടായ്മയ്ക്ക് വരാത്തൊരു സഹോദര ഈ കൂട്ടായ്മയെ കാണുന്നില്ലല്ലോ, ആരാധന മുടക്കിയുള്ള കാര്യങ്ങളൊക്കെ തെറ്റാവട്ടോ എന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാൻ എൻ്റെ ജോലി വിടണോ? കാരണം ഉടനെ തന്നെ ആ ജഡത്തിലായിട്ട് ആ സ്വയത്തിലായിക്കൊണ്ട് ഞാൻ ഉടനെ അങ്ങ് എതിർക്കുക. मैंने एक बार हमारे कलीसिया में आने वाला एक भाई है जो 4 महीने से संगति में आया नहीं, तो वो भाई के ऊपर मेरा बोझ आकर मैंने वो भाई को सिर्फ पूछने के लिए गए, भाई क्या हुआ, 4 महीने से मैंने आपको देखा नहीं, संगति हुआ नहीं, क्या हुआ बोलकर वो बात वो भाई ने सुना तो अचानक वो गुस्सा होकर, तो मतलब क्या मैं नौकरी छोड़ूं क्या, मैं सब धंधा छोड़कर आऊं क्या बोलकर इस तरह शारीरिक स्वभाव में अपना स्वयं में वो घमंड करके वो उल्टा जवाब दिया। പലരും അവരുടെ സ്വയം നിർണയത്തിലാണ്. तो बहुत बार अपना स्वयं का निर्णय में वो जिद पकड़कर जी रहे हैं। അവരുടെ ജീവിതം, അവരുടെ ആത്മീയ ജീവിതത്തില് അവരെ അറിഞ്ഞോ അറിയാതെയോ ശത്രു അവരെ വഞ്ചിച്ചിരിക്കുക. तो इसलिए प्रिय, ऐसे लोगों के जीवन में शैतान ने जाने अनजाने में उन लोगों के जीवन में उन लोग नहीं जानते शायद कैसा है, वो लोग धोखे में है। അങ്ങനെയുള്ളവർക്കും കൂട്ടായ്മ കിട്ടും. ऐसे लोगों को भी संगति मिलेगा। അവിടെ അവർക്ക് ദൈവികമായ യാതൊരു വ്യവസ്ഥയില്ല. അങ്ങനെയുള്ളവരെയും പോഷിപ്പിക്കുന്ന കൂട്ടങ്ങൾ ധാരാളം ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. हाँ, तो उन लोगों को प्रभु के साथ का संगति नहीं रहेगा, लेकिन ऐसे लोगों को बहुत सारा नामदारी ये दुनिया में है, जो नाम के लोग जो कलीसिया चलाते हैं वो लोग अच्छा संगति देकर उनको उत्साह कर चलाए। നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, मत्ती का सुसमाचार 16 अध्याय वाक्य 18, കർത്താവ് പറയുകയാണ്, 16 का 18, ഞാൻ എൻ്റെ സഭയെ പണിയും, प्रभु कहता है कि मैं मेरा कलीसिया बांधूंगा, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല. नरक के फाटक उस पर प्रबल नहीं होगा। അപ്പോൾ ഇവിടെ കർത്താവിന്റെ സഭയുടെ ഒരു അംഗമായി തീരുന്ന ഒരു വ്യക്തിയുടെ അനുഭവം നമ്മൾ മനസ്സിലാക്കണം. इसलिए प्रभु का कलीसिया का अंग होने का जो अवस्था है ये बात हमें समझना है, കാരണം സഭ കർത്താവിൻ്റെതാണ്. क्योंकि कलीसिया जो है वो प्रभु का है അപ്പോൾ ഈ സഭ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. और कलीसिया जो है प्रभु यीशु मसीह का शरीर है। ആ ശരീരത്തിന്റെ തല ക്രിസ്തുവാണ്. उस शरीर का जो सिर है वो मसीह है। അപ്പോൾ കർത്താവിന്റെ സഭയിലായിട്ടുള്ളവര് തലയിൽ നിന്ന് വരുന്ന ആലോചനയാണ് കേട്ട് അനുസരിക്കേണ്ടത്. इसलिए प्रभु जो मसीह का शरीर में जो भाग है उसका सिर जो मसीह है उस सिर से आया हुआ विचारों और उसके बातों के अनुसार जीने वाले लोग होना चाहिए। അപ്പോൾ അങ്ങനെ ആയിരിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സഭാജീവൻ നയിക്കാൻ പറ്റൂ. ऐसे लोग विश्वासियों को ही एक सच्चा कलीसिया जीवन जी सकते हैं। അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ശരിക്കും ദൈവത്തിന്റെ ഈ ശരീരമാകുന്ന സഭ പണിയപ്പെടുന്നത് ആരെ ചേർത്തുകൊണ്ടാണ്. तो इसके लिए आज वास्तव में क्या हम देख पा रहे हैं कि वास्तव में कलीसिया बांधने का काम किसको लेकर हम बांध रहे हैं? അത് യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവരാണ്. तो वास्तव में सच्चा उद्धार पाए हुए लोग मिलकर है वो बांध रहे हैं। നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 2:47 प्रेरितों का कार्य उसका 2 का
48 में हम पढ़ते हैं Acts 2:48 അതിന്റെ 2:47 അവസാന ഭാഗത്ത് വായിക്കുന്ന ഇങ്ങനെയാണ്. और वो उसका 2 का 48 का आखिरी भाग में हम इस तरह पढ़ते हैं. ഹിന്ദിയിൽ 48 ഉണ്ടോ? 47 ആഖിരി ഭാഗം. 47 ആഖിരി 47 का आखिरी भाग. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന പറഞ്ഞാല് പിന്നെ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. तो उसका आखिरी भाग में हम इस तरह पढ़ते हैं, जो उद्धार पाए प्रभु प्रतिदिन उनको जोड़ा, कलीसिया में जोड़ा. വളരെ ശ്രദ്ധിക്കണേ, ध्यानपूर्वक सुनना. ആരാണ് രക്ഷിക്കപ്പെട്ടത്? कौन उद्धार पाया? ഈ കർത്താവിന്റെ വചനം കൈക്കൊണ്ടവർ. जिन लोगों ने प्रभु यीशु मसीह का वचन को ग्रहण किया. നമ്മൾ അതേ അപ്പോസ്തല പ്രവൃത്തി 2:41 വായിക്കുന്നുണ്ട്. उसी प्रेरितों का कार्य 2 का 41 में, Acts 2 का 41 में भी हम पढ़ते हैं. അവന്റെ വചനം കൈക്കൊണ്ടവർ സ്നാനമേറ്റു. उनका वचन को जिन लोगों ने खुशी से ग्रहण किया, उन लोगों ने बपतिस्मा लिया. അപ്പോൾ വചനം കൈക്കൊള്ളുന്നവർ പിന്നെ ആക്ഷൻ എടുക്കും. तो जिन्होंने वचन को ग्रहण किया है, वो तुरंत उसका प्रतिफल का जो कार्य भी करेगा. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർ സ്നാനമേൽക്കും. तो जो उद्धार पाया है वो बपतिस्मा लेगा. അവരോട് പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. उनको जबरदस्ती करने का जरूरत नहीं है. ഇന്ന് പലപ്പോഴും കർത്താവിനെ രക്ഷിതാവായിട്ട് ചിരിച്ചിട്ട് പിന്നെ അവരോട് പറയണം നീ സ്നാനപ്പെടുന്നു പറഞ്ഞുകൊണ്ട് 3 മാസം പുറകെ നടക്കണം. तो आज बहुत विश्वासियों को उद्धार पाया है, नया जन्म पाया है बोलने के होने के बाद भी उनके पीछे पड़ना पड़ता है. 2 महीना 3 महीना, अरे बपतिस्मा लो करके. ഞാൻ ദൈവസ്നേഹത്തെ ഓർപ്പിക്കട്ടെ, അതൊന്നും രക്ഷിക്കപ്പെട്ട കാര്യമൊന്നും അല്ല. लेकिन मैं प्रभु का प्रेम में याद दिलाना चाहता हूँ, वो सच्ची में उद्धार पाया हुआ व्यक्ति का अनुभव नहीं है. ആരെയും അങ്ങനെ പറഞ്ഞ് സ്നാനപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. क्योंकि किसी को भी ऐसा बोलकर जबरदस्ती करके बपतिस्मा करवाना ऐसा जरूरी नहीं है. നാസിക്കിലെ സഭയിലുള്ളവർക്കറിയാം, ഞാൻ പലപ്പോഴും നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവൻ ഉടനെ തന്നെ സ്നാനപ്പെടാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിൽ അവൻ വിവേചനായി തീരും. मैं नासिक के कलीसिया के प्रिय लोगों को मैंने बहुत बार ये बात समझाया और उनको मालूम भी है कि एक बार जो उद्धार का अनुभव पाया हुआ वो व्यक्ति, वो विश्वासी तुरंत उसको बपतिस्मा लेने का आग्रह आएगा. ജയ്സ പിന്നെ വചനത്തിൽ തന്നെ ഷണ്ണനോട് ഫിലിപ്പോസ് വചനം പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് ജീവിക്കേണ്ട അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, ഈ വിഷയങ്ങളെല്ലാം കർത്താവിന്റെ ദാസൻ ആ രഥത്തിലിരുന്നോട് പറഞ്ഞു. അപ്പോൾ ഷണ്ണൻ തന്നെ ഇപ്പോൾ ചോദിച്ച് വെള്ളമുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങി ഒരു സ്നാനപ്പെടുന്ന നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. हम लोग प्रेरितों का कार्य 8वां अध्याय में वहां पर हम पढ़ते हैं किस तरह फिलिपोस ने वो खोजे को जब वो संदेश देते समय में पूर्ण उद्धार का विषय उसको समझाया, मन फिराव के बारे में, बपतिस्मा के बारे में, प्रभु यीशु मसीह के बारे में सब बातें उसको समझाया. तो वो क्या पूछ रहा है, पानी को देखकर वो बोल रहा है कि अभी क्यों नहीं हम बपतिस्मा ले सकते, इस तरह उधर रुके बपतिस्मा किए, वो सब कार्य उधर वो लोग ने किया करके हम देखते हैं. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ ആർമി സർവീസിൽ ഇരിക്കുമ്പോൾ ബെർലിയിൽ ഒരു 3 മാസത്തെ കോഴ്സിന് പോയപ്പോൾ അവിടെ ജനങ്ങളോട് വചനം പറഞ്ഞു. അതിലൊരു സഹോദരൻ, വേളാങ്കണ്ണി എന്ന് പറയുന്ന ഒരു സഹോദരൻ രാത്രിയിൽ 11 മണിയായപ്പോൾ കർത്താവിന് രക്ഷകനായി കൈക്കൊണ്ടു, കർത്താവായി സ്വീകരിച്ചു. ആ സഹോദരൻ അന്ന് രാത്രി 12 മണിക്ക് വളരെ നിർബന്ധിച്ച് ആ സഹോദരൻ ഉടനെ തന്നെ ആത്മാവിൽ വിവേചനായി എന്നോട് പറഞ്ഞു, ഇന്ന് ഈ സമയം തന്നെ സ്നാനപ്പെടണം. എന്നിട്ട് രാത്രി 12 മണിയായപ്പോൾ സ്നാനം കൊടുത്ത് ഞാനിപ്പോൾ ഓർക്കുന്നു. तो मैं अभी भी एक घटना मुझे याद है. एक भाई को, वेलांकनी नाम का एक भाई है, उनको तो उस समय रात को जब मेरा आर्मी पोस्टिंग में उस गांव में जब मेरा पोस्टिंग था, उधर उनकी 3 महीना पोस्टिंग में जब मैं प्रचार करते समय में रात को जब मैं 11 बजे प्रचार किया तो ये भाई को प्रभु का वचन ग्रहण किया और उसने प्रभु यीशु मसीह को उद्धार करता करके स्वीकारने के बाद रात को 12 बजे उसको वो आत्मा ने उनको बोध दिया कि अभी बपतिस्मा लो करके. तुरंत वो भाई ने मेरे पास आकर उन्होंने बोला मुझे अभी बपतिस्मा चाहिए बोलकर आत्मा का प्रेरणा से एकदम उत्साह से वो बोला हुआ दिन और वो बपतिस्मा दिया हुआ बातें अभी भी मुझे याद है. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട വിഷയങ്ങളുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയട്ടെ. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ. ഒരിക്കൽ അഹമ്മദ് നഗറിൽ നിന്നും ഒരു സഹോദരൻ ഇവിടെ വന്ന് വചനം കേട്ട് താൻ രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ താൻ പിന്നെ എനിക്ക് സ്നാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് താൻ കർത്താവിനെ ജനത്തിൽ സാക്ഷിക്കുകയും പിന്നീട് താൻ കർത്താവിന് വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കുകയും कर्ताविन सन्निधि ചേർക്കപ്പെടുകയും ചെയ്തു. तो आज और बहुत से अनुभव है ये बातें बोलने के लिए. एक अहमदनगर से भी एक भाई मेरे पास आया, वचन सुना, उसी क्षण उद्धार पाकर उसी क्षण उन्होंने बपतिस्मा लिया और फिर आगे चलकर प्रभु में अच्छा सेवा किया. अभी प्रभु में निद्रा में है. പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടെങ്കിൽ ആ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ജീവിക്കേണ്ടതിനെ കുറിച്ചാണ് അതേ മത്തായി 16:24 നമുക്ക് വായിക്കാൻ കഴിയുന്നത്. तो वही एक सच्चा नया जन्म पाया हुआ विश्वासी, उसका जीवन फिर कैसा होना चाहिए करके वही हम लोग मत्ती का सुसमाचार उसका 16 अध्याय वाक्य 24 में हम पढ़ते हैं. मैथ्यू 16:24. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. यदि कोई मेरे पीछे आना चाहे
तो अपने आप का इनकार करे और अपना क्रूस उठाए मेरे पीछे हो ले। അപ്പോൾ ഇവിടെ ഈ യഥാർത്ഥമായും കർത്താവിന്റെ ശരീരമാകുന്ന സഭ പണിയപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ तो अगर हम वास्तव में प्रभु का कलीसिया जो प्रभु का शरीर है उसमें अगर बांधे जाने के लिए अगर हम इस्तेमाल होना है तो നാം സ്വയത്തെ വെറുക്കണം, हमें अपना स्वयं को नकारना है, നാം സ്വയത്തെ തള്ളിക്കളയണം, स्वयं को हमें ठुकराना है, നാം സ്വയത്തെ നിരസിക്കണം, हम स्वयं को नकार के ठुकरा के दूर करना है, നാം സ്വയത്തെ ഉപേക്ഷിക്കണം. हमें उसको उठा कर फेंक देना है। നമുക്ക് ഓരോ ദിവസവും നമ്മുടെ സ്വയത്തിൽ നിന്ന് വരുന്നതിനെ എല്ലാം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. हमें हमेशा स्वयं से निकलने वाला सब बातों को छोड़ देने का अवस्था का निर्णय लेना जरूरी है। കാരണം നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം വിശ്വാസികൾക്ക് വളരെ അത് ശരിക്കും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ ഒരു വാക്യമാണ്. क्योंकि ये एक विश्वासी को लूका का सुसमाचार 9:23 लूक 9:23 जो है हर एक विश्वासियों को सही रीति से जानना बहुत ही जरूरी है। പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും, വളരെ നോട്ട് ചെയ്യണം, നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. यदि कोई मेरे पीछे आना चाहे तो अपने आप से इनकार करे और प्रतिदिन अपना क्रूस उठाए हुए मेरे पीछे हो ले। हाँ, यहाँ पर ये वाक्य का खास खासियत ये है कि प्रतिदिन उठाए करके शब्द यहाँ पर आया है। അതിന്റെ അർത്ഥം എന്താണ്? तो उसका अर्थ क्या है? ഓരോ ദിവസവും എല്ലാ കാര്യത്തിലും നമ്മൾ സ്വയത്തെ ഉപേക്ഷിക്കണം. तो प्रतिदिन हमारे स्वयं के विषय में जो भी बातें आते समय उसको नकारना है। ഇതിലെല്ലാം വിശദീകരണങ്ങൾ ഞാൻ പിന്നാലെ തരുന്നതാണ്. इसका और गहराई का वर्णन मैं आगे बताते रहूंगा। ഇനി 2 പോയിന്റുകൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 2 पॉइंट और बोलकर आज का संदेश में रोकना चाहता हूँ। അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിച്ചത് എതിരെന്നുള്ള ഒരു വിഷയമാണ്. तो यहाँ पर हमने जो आज जो विषय जो हमने देखा जो विरुद्ध है उसका विषय में हम देख रहे थे। അപ്പോൾ പുത്രൻ പിന്നെ പിശാചിന് അല്ലെങ്കിൽ ക്രിസ്തു പിശാചിനെതിരാണ്. तो हम देखा परमेश्वर का पुत्र मसीह जो है वो शैतान के खिलाफ है। പിതാവായ ദൈവം ലോകത്തിനെതിരാണ്. और पिता परमेश्वर संसार के खिलाफ है। നമ്മുടെ ജഡം ആത്മാവിനെതിരാണ്. हमारा जो पापमय शरीर जो है आत्मा के खिलाफ है। നമ്മുടെ സ്വയം ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തിനെതിരാണ്. और हमारा स्वयं जो है मसीह का कलीसिया जो मसीह का शरीर है उसके खिलाफ है। നമ്മൾ സ്വയത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പിന്നെ കർത്താവിന്റെ സഭ പണിയുവാനോ അല്ല, നമ്മളൊരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമുക്ക് ആ ജീവന്റെ ആസ്വാദനം അനുഭവിക്കാനോ കഴിയില്ല. हमें जब अपना स्वयं का अधिकार स्वयं में जब अगर हम रहेंगे तो कभी भी कलीसिया का बढ़ोतरी में या बांधकाम में हमें उत्साह नहीं रहेगा। यहाँ तक कि कलीसिया में जब इकट्ठा होते समय में उस कलीसिया में शांति में और समाधान के अनुभव में चलने को ही नहीं होगा। നമുക്കറിയാം അങ്ങനെയുള്ള അനേകരെ നമുക്ക് കാണാൻ കഴിയും. ഒരു വളരെ അവരുടെ സ്വയം വളരെ മജബൂത്താണ്, इस तरह വളരെ ശക്തമാണ്. इस तरह के विश्वासी लोग बहुत सारे लोगों को मैंने देखा और अनुभव किया, उनका जो स्वयं जो है बहुत ही मजबूत है। ഇനി 5-ാമത്തെ കാര്യം, 5वीं बात വെളിച്ചം ഇരുളിനെതിരാണ്. जो ज्योति जो है वो अंधकार के विरुद्ध है। നമുക്കറിയാം 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിന്റെ ബി പാർട്ട്. 2 कोरिन्थी उसका 6-ാം അധ്യായം छठा अध्याय അതിന്റെ 14-ാം വാക്യത്തിന്റെ ബി പാർട്ട്. हाँ 2 कोरिन्थी उसका सॉरी उसका 14 का बी पार्ट। വെളിച്ചത്തിനും ഇരുളോട് എന്ത് കൂട്ടായ്മ? या ज्योति और अंधकार की क्या संगति। അപ്പോൾ വെളിച്ചത്തിന് ഇരുളിനോട് കൂട്ടായ്മയില്ല. तो 2 कोरिन्थी 6 का 14 का बी पार्ट उधर हम स्पष्ट में हम देखते हैं कि ज्योति को अंधकार के साथ कोई संगति नहीं है। നമുക്കറിയാം അല്ലേലൂയ, ദൈവം ആദ്യം ചെയ്തത് ഈ വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപെടുത്തുകയായിരുന്നു. तो हम देखते हैं परमेश्वर ने सृष्टि का विषय में पहला कार्य जो प्रभु ने किया उन्होंने क्या किया, ये अंधकार को ज्योति से अलग किया। അല്ലേ, നമ്മൾ ഉൽപ്പത്തി 1:4 വായിക്കുന്നില്ലേ? उत्पत्ति का पुस्तक 1:4 में हम यही पढ़ते हैं ना, उत्पत्ति 1:4 में വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു, ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. और परमेश्वर ने उजाले को देखा कि अच्छा है और परमेश्वर ने उजाले को अंधियारे से अलग किया। അപ്പോൾ നമ്മൾ ഇവിടെ വെളിച്ചം എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചാണ്, ഇരുൾ എന്ന് പറയുന്നത് പിശാചിനെ കുറിച്ചാണ്. तो अगर ज्योति कौन है बोलो तो वो परमेश्वर है, अंधकार कौन है बोलो तो वो शैतान है। അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് പോകത്തില്ല. ये दोनों साथ में नहीं चलता। അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് നമ്മൾ ഒരിക്കൽ ഇരുട്ടിലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇരുട്ട് തന്നെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. वचन पढ़ते समय में एक समय में हम अंधकार में थे, एक समय में हम अंधकार ही थे, ये सब वचन में हम पढ़ सकते हैं। നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ഇന്നലെ പറഞ്ഞു എഫേസ്യർ 5:8 നമ്മൾ ഇരുളായിരുന്നു എന്നാണ് വായിക്കുന്നത്. तो हम लोग कल भी हमने ये विषय में देखा, एफेसो 5:8 में हम एक समय में स्वयं हम लोग अंधकार थे। എന്നാൽ നമ്മൾ 1 പത്രോസ് 2:9 വായിക്കുന്നത്, और पहला पत्रोस 2:9 में हम पढ़ते हैं, നമ്മൾ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിൽ നമ്മളെ ആക്കി വെച്ച നമ്മുടെ കർത്താവ്. हम लोग पहला पत्रोस 2:9 में वहां पर पढ़ते हैं,
हैं कि अंधकार से हमें अद्भुत ज्योति में लेकर आया हमारा परमेश्वर। അപ്പോൾ നമ്മൾ ഒരിക്കൽ അന്ധകാരത്തിലായിരുന്നു, പാപത്തിലായിരുന്നു, പിശാചിന്റെ രാജ്യത്തിലായിരുന്നു, നമ്മൾ ഇരുട്ടിലായിരുന്നു. हम लोग एक समय में हम लोग अंधकार में थे, हम लोग पाप में थे, शैतान के राज्य के अधीन में थे, ये सब अंधकार के अवस्थे में थे, रात में अंधकार में थे। ഇതിന് ഒരുപാട് റെഫറൻസ് ഉണ്ട്, ഞാൻ അതെല്ലാം ഇപ്പം അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. सब रेफरेंस, बहुत से रेफरेंसेस है, सब लेना मैं नहीं चाहता। എനിക്ക് പറഞ്ഞു പോകാൻ കഴിയുമെങ്കിലും നിങ്ങൾ എഴുതുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. तो मैं बोलने के लिए तकलीफ नहीं है, लेकिन लिखने वाले को तकलीफ हो जाएगा। ഞാൻ അതുകൊണ്ട് നിങ്ങളോട് വളരെ ഇതൊക്കെ ഇനിയും വിശദീകരിക്കുന്നതാണ് പിന്നീട്. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഒറ്റ വായിൽ പറയാൻ ആഗ്രഹിക്കുന്നു. तो ये सब का मैंने पॉइंट बाय पॉइंट आगे चलकर वर्णन में करने वाला हूँ, इसलिए सब एक साथ में घुसाकर बोलना नहीं चाहता। അപ്പോൾ ഒരിക്കലും ഒരു ദൈവത്തിനായി ജീവിക്കുമ്പോൾ നാം പിന്നെ ഇരുളിൽ നടക്കേണ്ടവരല്ല. तो एक बार हमें प्रभु का जीवन प्राप्त करने के बाद फिर हम अंधकार में चलने वाले लोग नहीं है। നമ്മൾ ഇന്നലെ വായിച്ച ഒരു വാക്യം തന്നെ ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽ വീണ്ടും വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5:5. तो कल लिया हुआ वाक्य को मैं पढ़ाना चाहता हूँ, 1 തെസ്സലോനി 5:5 में। 1 തെസ്സലോനി 5:5 നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. तुम सब ज्योति की संतान और दिन की संतान हो, हम न रात के हैं और न अंधकार के हैं। അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായി വെളിച്ചത്തിൽ ജീവിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണ്, കർത്താവിന്റെ കൂട്ടായ്മയിൽ ജീവിക്കേണ്ടവരാണ്. तो हम लोग कौन है? हम लोग ज्योति का संतान है, इसलिए ज्योति में जीने वाले, प्रभु के संगति में जीने वाले, प्रकाश में जीने वाले लोग हैं। ശത്രുവുമായിട്ടുള്ള അല്ലെങ്കിൽ പിശാചുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള അവനായിട്ട് നമ്മൾ എതിർത്ത് നിൽക്കണം. നാം ഒരിക്കലും അവനുമായിട്ടുള്ള ഒരു ബന്ധത്തിലും കിടന്നു പോകാൻ പാടില്ല. शत्रु के साथ हम लोग कोई समझौता नहीं कर सकते, मिलजुलने का कोई भी कार्य हम शत्रु के साथ नहीं कर सकते, उसके साथ का कोई भी रिश्ता हमारे साथ नहीं है, सबको छोड़ना है। ആറാമത്തെ കാര്യം പറഞ്ഞു വേഗം നിർത്തട്ടെ. छठा बात भी मैं बोलना चाहता हूँ, ക്രമം കുഴിച്ചിലിന് എതിരാണ്. जो क्रमांक से चलने वाले बातों को उलट पुलट के विरुद्ध है। फूट डालना, मतलब वो मतलब कुछ बातें हैं जो क्रमांक के अनुसार सही रीति से चल रहा है, उसके बीच में उलट पुलट बातें लाकर फूट लाकर उसको क्रमांक को तोड़ने वाला बात, ये दोनों बातें एक दूसरे के खिलाफ है। ആ സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ കലക്കുന്ന ഒരു मतलब एक शांति से चलने वाला बात को तुरंत फूट डालकर उसको भ्रम कर तोड़ने वाला एक बात है। ഇതൊക്കെ തന്നെ നമ്മൾ ഒരുപാട് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. इस विषय में तो बहुत गहरा विषय है जो पढ़ना जरूरी है। ശത്രുവിന്റെ പ്രവൃത്തി എന്താണ്? शैतान का कार्य क्या है? എങ്ങനെയെങ്കിലും പിന്നെ കലക്കുക, ആ കുഴപ്പമുണ്ടാക്കുക, പ്രശ്നമുണ്ടാക്കുക എന്നുള്ളത്. किस तरह कैसा भी करके फूट लाए, उसमें मिलावट लाए, उसमें झगड़ा लाकर उसको तोड़ दे, ये है शैतान का कार्य। അങ്ങനെ ഒരു ചെറിയൊരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. इसमें से इसका कोई भी एक छोटा सा बात भी हमारे अंदर ना हो, ये विषय में हमें अपने आप को संभालना है। ഒരിക്കലും ആർക്കും ഇടർച്ച വരുത്തരുത്. हम लोग कभी भी किसी को ठोकर का कारण ना बने, വലിയ ശിക്ഷയാണ്. तो वो बहुत बड़ा दंड का ദൈവത്തെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. परमेश्वर का हृदय को दुख देने वाला बहुत बड़ी बात है। നമ്മള് പിന്നെ മത്തായി 5:9 വായിക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. मत्ती का पुस्तक सुसमाचार उसका 5:9 में हम वहाँ पर पढ़ते हैं, मत्ती का सुसमाचार 5:9। धन्य है वे जो मेल कराने वाले हैं, क्योंकि वे परमेश्वर के पुत्र कहलाएंगे। നമ്മള് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട നാം ദൈവമക്കളാണ്. നാം ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവരായി ഇടർച്ച ഉണ്ടാക്കുന്നവരാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. तो हम लोग परमेश्वर का प्रभु यीशु मसीह को का उद्धार का अनुभव प्राप्त करके हम लोग परमेश्वर के बच्चे हो चुके हैं। तो ऐसे बच्चे वो लोग हमेशा मेल के लिए वो लोग जीते हैं। वो लोग कभी फूट लाना या तकलीफ लाना या ठोकर लाने का कार्य नहीं करेगा। നമ്മൾ അങ്ങനെ ഇടർച്ച ഉണ്ടാക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മൾ വളരെ വലിയ തെറ്റുകാരും ശിക്ഷായോഗ്യനുമാണ്. अगर हम लोग ठोकर ला रहे हैं तो हम लोग बहुत बड़ा गलती कर रहे हैं, गुनाह कर रहे हैं, और परमेश्वर के उपस्थिति में न्याय के अधीन हम लोग अन्याय के खिलाफ अन्यायी में रहेंगे। ഞാൻ ഒരു വാക്യം വായിപ്പിച്ചോട്ടെ, സമയം പോയെങ്കിലും. എബ്രായ ലേഖനം 12:14 വാക്യത്തില് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. इब्रानियों का पुस्तक 12 अध्याय वाक्य 14। इब्रानियों 12:14। सबसे मेल मिलाप रखो और उस पवित्रता के खोजी हो जिसके बिना कोई प्रभु को कदापि न देखेगा। അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത്. तो कोई भी तकलीफ या फूट लाकर हम अपना जीवन को नाश ना करें। എല്ലാവരോടും സമാധാനമായിരിക്കണം. सबसे हमें मेल मिलाप और शांति रखना है। നമ്മള് റോമാലേഖനം 12:18 വായിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ നിങ്ങളുടെ ആവോളോ സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. रोमियो का पुस्तक 12:18 रोमियो का पुस्तक 12:18 में पढ़ते हैं,
जहाँ तक हो सके तुम भरसक सब मनुष्यों के साथ मेल मिलाप रखो। കാരണം നമുക്ക് ദുരുപദേശക്കാരോടൊക്കെ നമുക്ക് പിന്നെ പ്രശ്നമില്ലാതിരിക്കുകയില്ല. കാരണം അപ്പൊ അതുകൊണ്ട് ആവോളോ എന്നുള്ള ഒരു പ്രയോഗം കൂടെ ഇവിടെ പ്രയോഗിക്കുന്നുണ്ട്. तो अभी दुर्पदेश के विषय आते समय में हमें उन लोगों से बचे रहना है करके, उनसे दूर रहना है करके वचन हमें सिखाते हैं. लेकिन यहाँ पर अभी हमने क्या पढ़ा, हो सके तो जितना हो सके तो हमसे अभी जितना मुमकिन है उतना हमें समाधान से उनसे दूर रहना ही बेहतर है. നമുക്ക് അവരോട് സമാധാനമായിരിക്കാൻ പറ്റില്ല. കാരണം അവർ പറയുന്ന വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളോട് ചേർന്ന് പോകാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ അവരോട് സമാധാനമായിരിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. तो दुर्पदेश जो बांटने वाले लोगों से जब उनसे भी समाधान रखो करके बोलते समय हमें एक बात समझना है, उन लोग जो वचन बोल रहे हैं उस वचन के साथ हम लोग कभी भी शांति नहीं रख सकते, क्योंकि वो परमेश्वर के वचन के खिलाफ है. ऐसे लोगों से हम लोग शांति, उनका वचन के आधार पर शांति नहीं रख सकते हैं. ഇവിടെ നമ്മൾ എന്നിട്ട് ഇവിടെ പൗലോസ് പറയാണ് നിങ്ങളുടെ ആവോളം. लेकिन तो वचन क्या कहता है, तुमसे जितना हो सके സകല മനുഷ്യരോടും सभी मनुष्यों के साथ शांति और मेल मिलाप में रहे. നാം ഒരിക്കലും നമുക്കറിയാലോ ദുരുപദേശക്കാണെങ്കിൽ നമുക്ക് അവരോട് തർക്കിക്കാനോ ഒരു വാദവാദത്തിന് പോകേണ്ട ആവശ്യമില്ല. हमें जो दुरुपदेश बोलने वाले लोगों से उनसे तर्क करके वाद विवाद करके हमें वो सब करने की कोई जरूरत नहीं है. അവർക്ക് സത്യം അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യം മാത്രം. बिल्कुल, अगर उनको सच्चाई क्या है जानने का आग्रह है तो ये हमारा जिम्मेदारी बनता है कि उनको सच्चाई बताए. നമ്മൾ സുവിശേഷം പറയുമ്പോൾ അങ്ങനെയുള്ള അനേക ദുരുപദേശക്കാർ നമുക്ക് നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. हम लोग जब सुसमाचार बांटते समय में ऐसे बहुत सारे लोग हैं जो दुरुपदेश के साथ रहते हैं और वो लोग हमसे मुठभेड़ करने आते हैं. എന്നാൽ നമ്മൾ ഒരിക്കലും അവരുമായിട്ടൊരു വഴക്കിനോ അവരുമായിട്ടൊരു തർക്കത്തിനോ പോകാതിരിക്കുക. ദൈവവചനത്തിലൂടെ അവർക്ക് ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ അവരോട് ശ്രമിക്കുക. हम लोग ऐसे लोगों से मुठभेड़ करते समय में कभी भी कोई भी कारणवश अपना गुस्से से उनके कभी तर्क ना करें, बल्कि वचन के आधार पर शांति और मेल मिलाप से हमें उनको वचन, प्रभु का वचन, सत्य वचन समझाकर हमें वहां से अलग होना है. അപ്പോൾ നമ്മൾ ദൈവിക രക്ഷയുടെ ദൈവിക മാർഗമാണ് ഒരു 6 കാര്യം ഞാൻ അല്പമായിട്ട് പറഞ്ഞത്. तो अभी प्राण का उद्धार के विषय में, परमेश्वर का मार्ग का विषय में 6 बातों को अभी हमने देखा. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി കാണും. मैं विश्वास करता हूँ कि कुछ तो आप और भी गहरा बातें आप लोग समझ गए होंगे. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാവും. ये सब बातें अचानक से समझना थोड़ा तकलीफ होगा. എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ക്ലാസ്സുകൾ തീരുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഒന്നുകൂടെ ഒരു ആഴമായ ഒരു പ്രകാശനം ലഭിക്കുമെന്ന്. लेकिन मैं ये विश्वास करता हूँ कि ये दिनों में जैसा क्लास चलते रहेगा, इस वचनों का गहराई को आप समझकर आप लोग उस विषय में थोड़ा समझ आया होगा करके मैं विश्वास करता हूँ. നിങ്ങൾ ദൈവത്തിലേക്ക് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ മറ്റെല്ലാ ബിസിനസ്സും വിട്ടിട്ട് കർത്താവിന്റെ വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. इसलिए जब आप ये वचन सुनते समय में सारा बातें और विचारों को छोड़कर, धंधा की बातें, सब बातें छोड़कर अपना समय निकालकर ये वचन को ध्यान पूर्वक आप सुने. ഈ ദിവസങ്ങളിലുള്ള നിങ്ങൾക്കുള്ള വചനങ്ങൾ വളരെ വളരെ നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ വളരെ ആഴമായ കാര്യങ്ങളായതുകൊണ്ട് അതുപോലെ പ്രാർത്ഥനയോടും ആത്മനിറവോടും ആത്മാവിലുള്ള ഒരുക്കത്തോടും ആത്മാവിലും കേൾക്കണമെന്നുള്ള ഒരു അപേക്ഷയുണ്ട്. तो मेरा एक छोटा सा अपेक्षा है कि इन दिनों में, क्योंकि हम अंतिम समय में जी रहे हैं, तो ये दिनों में वचन सुनते समय में एकदम आत्मा पूर्वक, आत्मा से भरकर, आत्मा में रहकर ये वचनों को आप ध्यान से सुनकर उसका अभ्यास करें. ഞാൻ കൂട്ടായ്മയിൽ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. मैं संगति में हमेशा एक बात मैं कहता हूँ, നിങ്ങൾ ആത്മാവിലായിരിക്കുക, ആത്മാവിലായതുകൊണ്ട് വചനം കേൾക്കണം. इसलिए आप लोग हमेशा आत्मा में बने रहे और आत्मा में रहकर वचन को सुने. എന്നാൽ ചില ജഡികൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യം. लेकिन कुछ शारीरिक लोगों को ये बात सुनकर ही उनको गुस्सा आता है, കാരണം ഉടനെ തന്നെ എനിക്ക് അത് ആത്മാവിൽ മനസ്സിലാകാറുണ്ട്. और तुरंत मुझे आत्मा में ये बात समझ में भी आता है. ഞാനിപ്പോൾ അവിടെ പേരൊന്നും പറയുന്നില്ല. ഏക്കാൽ അവർ പലരും കൂട്ടായ്മ വിട്ടുപോയി. അത് തന്നെയാണ് അതിന്റെ ഒരു വലിയൊരു തെളിവ്. तो अभी मैं उनका नाम लेना नहीं चाहता, क्योंकि अभी तो उनका अवस्था क्या है, वो लोग ने कलीसिया छोड़ दिया है, तो प्रभु के नहीं है, इससे वो लोग मालूम पड़ता है. നമ്മൾ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ 1 തെസ്സലോനിക്കർ 1:6 വായിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. तो पहला तस्लोनी उसका 1:6 तुम बड़े क्लेश में पवित्र आत्मा के आनंद के साथ वचन को मानकर हमारी और प्रभु की सी चाल चलने लगे. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. कितना आशीषित बात है ना प्रियो. നമുക്ക് ആത്മാവിൽ മാത്രമേ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. क्योंकि हम लोग को सिर्फ पवित्र आत्मा के मदद से ही हम लोग आत्मा में बातें समझ सकते हैं. നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് അത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ യഥാർത്ഥത്തിൽ കർത്താവിൽ വളരാൻ വേണ്ടിയാണ്. तो मैं अभी तक जो भी बोला हुआ बातें वो सब वचन की नींव के अनुसार आपको वचन के आधार में बढ़ने के लिए, आत्मिक उन्नति की बातें ही मैंने कहा है. കർത്താവിന് മാത്രം
ഉണ്ടാകട്ടെ. प्रभु को महिमा मिले. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്യണം. आप लोगों को अगर कुछ भी अगर शंका है या कुछ विषय समझा नहीं है तो आप फोन करें. നിങ്ങൾക്ക് ഡയറക്റ്റ് പിന്നെ എന്നോട് ഫോൺ ചെയ്ത് സംസാരിക്കാം. आप लोग डायरेक्टली मुझे फोन कर मुझसे बात कर सकते हैं. ഞാൻ ഈ പറയുന്ന ക്ലാസ്സുകളുടെ അകത്തുനിന്ന് ചോദിക്കണം. കാരണം വെച്ചാൽ മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്ക് സമയമില്ല. हाँ, तो जो क्लास आप लोग ने सुना उस क्लास के आधार पर आपका सवाल होना चाहिए, क्योंकि बाकी सब विषयों में चर्चा करने के लिए उतना समय नहीं रहेगा. കാരണം പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളാണ്. പിന്നെ സഭാ മഹോദരത്തിലൂടെ പോകുമോ, പിന്നെ മറ്റു പല എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാനുള്ള കാര്യങ്ങൾ തന്നെയായി ഒരുക്കങ്ങളുടെ കാര്യങ്ങളും അതിൽ നമ്മൾ നിത്യത്തിൽ ജയാളികളായി കാണപ്പെടേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. क्योंकि बहुत लोग अलग अलग लोगों को अलग अलग तरीका का शक रहता है, अलग अलग बातों में उन लोगों को संदेह रहता है कि कलीसिया महाउपद्रव से जाएगा क्या, उठा ले जाने का समय क्या, ये विषय वो विषय. अभी हम लोग जो अभी जब सुनते आ रहे हैं वो तैयारी के विषय में है, और हम लोग आने वाले युग में विजय होकर प्रभु के साथ राज करने के वाले विषय का तैयारी के आधार पर है. यही सुना तो काफी है, लेकिन इसके लिए आज अभी हम जो क्लास सुन रहे हैं वो सुना हुआ विषय के आधार पर आप सवाल जवाब कुछ शक रहा तो आप पूछना. ഓക്കെ, കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കട്ടെ. प्रभु आप सबको आशीषित करे. प्रभु यीशु मसीह का अनुग्रह आप सब में रहे.